വായിക്കാനും മനസ്സിലാവാനും തിരിച്ചറിയാനും ട്രെയിനിങ് ഉൾക്കൊള്ളാനുമുള്ള കഴിവുള്ള ഒരു ജനതയാണ് വേണ്ടത്. അത് കേരളത്തിലുണ്ട്. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് പ്ലസ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ തുടക്കം ആൻഡ് വികസനം പ്ലസ് ഈ നാഷണൽ ലെവൽ ചെയിൻ ഓഫ് ലബോറട്ടറീസ് കമ്മിങ് അപ്പ് ഇൻ കേരള, ഇത് മൂന്നിൻ്റെയും കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് വാസ് suddenly in Kerala it was possible to find people with MTechs, MScs, PhDs in almost any science subject. Previously ഇവരെല്ലാം ഇവിടെ PhD ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് സ്ഥലം വിടും. Now they were all available here. Okay. Now look what happens. നമ്മളെല്ലാം ഈ കാൽവെപ്പ് എല്ലാവർക്കും it was the first time. We were not from industrial families. പഴയ ഈ സംസ്കരണ വ്യവസായങ്ങളല്ല. This is high-tech modern വ്യവസായം. So you need PhDs, you need engineers, you need MTechs, you need BTechs. They are all available now in Kerala. Some people are worried that ഇപ്പം ഗൾഫിലുള്ള ജോലി സാധ്യതകൾ കുറയുന്നു. അപ്പം ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ തിരിച്ചു വരേണ്ടി വരും. ഞാൻ പറയുന്നത് that's not going to be a bad thing for Kerala. Because when those people come back, they are bringing back skills. Kerala has now started to a modern manufacturing sector has emerged. ഇതാരും നോട്ടീസ് ചെയ്തില്ല because ഈ numbers are still not big enough, in the hundreds. പക്ഷേ we are very soon getting there. Kerala startup ecosystem is considered to be the best in India. ആരാ പറയുന്ന? പിണറായി വിജയനല്ല അവകാശപ്പെടുന്നത്. ബട്ട് നീതി ആയോഗ് is saying, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗ് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് സമ്മതിക്കുന്നു that the best startup ecosystem in India is Kerala. ഇവിടുത്തെ സ്കിൽഡ് ലേബറിൻ്റെ ശതമാനം കൂടുമ്പോൾ ഔട്ട് ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ് സ്കിൽ ലേബർ ഇൻഡസ്ട്രി വിൽ കം ഹിയർ. Kerala model has not only not failed, it has succeeded. That is what I am trying to say. താങ്കളുടെ പുതിയ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ബിലോ ദ റഡാർ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഹൗ മോഡേൺ മാനുഫാക്ചറിങ് ഗ്രൂ ബൈ സ്റ്റെൽത്ത് ഇൻ കേരള എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ സ്റ്റെൽത്ത് എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? അത് മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ പല ചർച്ചകളിലും ഞാൻ ഈ കേരളത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ ഒരു പട്ടിക അവതരിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടത് അത് കേൾക്കുന്നവരുടെ മുഖത്തുള്ള അത്ഭുതം, പിന്നെ അവർ ഒരു സ്കെപ്റ്റിസിസം, അതിശയം, ഇങ്ങനത്തെ ഉള്ള ഇമോഷൻസൊക്കെയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ 50 വ്യവസായങ്ങൾ, മാനുഫാക്ചറിങ് വ്യവസായങ്ങൾ ഞാൻ ആ ഒരു ലിസ്റ്റിൽ, ഞാൻ തയ്യാറാക്കിയ ലിസ്റ്റിലുള്ളത് ഇവയെല്ലാം കഴിഞ്ഞ 30-35 വർഷത്തിനുള്ളിൽ ചെറിയ തോതിൽ ആരംഭിച്ച് വളർന്ന് വിജയം നേടിയ പ്രതിഭാസങ്ങളാണ്, സംരംഭങ്ങളാണ്. പക്ഷേ അതിൽ വളരെ വിരലിൽ എണ്ണാവുന്ന 2-3 കമ്പനീസ് ഒഴിച്ച് ബാക്കിയുള്ള കമ്പനീസിനെ പറ്റി ആരും അറിയുന്നു പോലും ഇല്ലെന്നുള്ളതിൻ്റെ പിന്നിൽ എന്തോ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കാണണം, എന്തെങ്കിലും. അപ്പോൾ അത് ഒന്ന് എടുത്തു കാട്ടണം ഇൻ ദി ടൈറ്റിൽ ഓഫ് ദി ബുക്ക് ഇറ്റ് സെൽഫ്. അല്ലാതെ ഞാനിപ്പോൾ ഒരു 50 സക്സസ് സ്റ്റോറീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയാൽ അത് 50 ഇപ്പം മറ്റേ ധനം മാഗസിൻ അല്ലെങ്കിൽ മാതൃഭൂമി, മനോരമയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില വിജയ കഥകളൊക്കെ വരാറുണ്ട്. അതിലെ പോലെ അപ്പം ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ്. ഇതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനത്തെ സക്സസ് സ്റ്റോറീസ്, അതും ചെറിയ ചെറിയ വ്യവസായങ്ങളൊന്നുമല്ല, ഇതെല്ലാം ചെറിയ ലെവലിൽ നിന്ന് ആരംഭിച്ചിട്ട് ചിലതൊക്കെ വലിയ വ്യവസായങ്ങളായിരിക്കുക. 2000-2500 കോടി രൂപയുടെ വിറ്റുവരവും 1000 അല്ലെങ്കിൽ 2000 പേർക്ക് തൊഴിൽ നൽകുന്ന, സ്കിൽഡ് ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന, ലാഭകരമായിട്ട് നാഷണൽ ലെവലിലും ആഗോളതലത്തിലും ഒരു പേരും പ്രശസ്തിയും മാർക്കറ്റും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള പ്രതിഭാസങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. അത് കേരളത്തിലാണ് നടക്കുന്നത്. ഇതെല്ലാം മാനുഫാക്ചറിങ് വ്യവസായങ്ങളാണ്. ഇവിടുന്ന് ചെറിയ തോതിൽ ആരംഭിച്ചവയാണ്. ലോക്കൽ ക്യാപിറ്റൽ വെച്ചിട്ട്
അപ്പോൾ ആർക്കും അറിഞ്ഞുകൂടെങ്കിൽ അത് ദാറ്റ് റിക്വയർസ് സം എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് അത് ഞാൻ വിചാരിച്ചു അത് എങ്ങനെയെങ്കിലും കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്യണം ടൈറ്റിലിൽ. അതുകൊണ്ട് ഒരു അഗ്രസീവ് ടൈറ്റിൽ തന്നെ കൊടുത്ത് ബിലോ ദ റഡാർ എന്ന് പറയുന്ന ഒരു മിലിറ്ററി അനാലജിയാണ്. അതായത് ഇപ്പോഴത്തെ മോഡേൺ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആൻഡ് സ്റ്റെൽത്ത് മിസൈൽ ടെക്നോളജി എന്ന് പറയുന്നത് റഡാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത, ഇങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വളരെ താഴ്ന്ന ലെവലിൽ ഇതെല്ലാത്തിനെയും അവോയ്ഡ് ചെയ്തുകൊണ്ട്, അതായത് ഡിറ്റക്ഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് പറക്കുന്ന ചില വെപ്പൺ സിസ്റ്റംസ് ആണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മോഡേൺ വ്യവസായങ്ങൾ കേരളത്തിൽ ഈ സ്റ്റെൽത്ത് വെപ്പൺസ് പോലെ ആരും കണ്ടില്ല, ആരും ഇതുണ്ടായെന്നുള്ള കാര്യം ആരും അറിയുന്നില്ല. ആൻഡ് അതുകൊണ്ട് ആരും നോട്ട് ചെയ്തിട്ടില്ല, അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, അതിനെപ്പറ്റി ഗവേഷണം നടന്നിട്ടില്ല, ചർച്ച നടക്കുന്നില്ല. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുബോധവുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബന്ധപ്പെടുത്താം. അതായത് കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു തോന്നലുണ്ട്. അതിനെയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും. അതായത് ഇവിടെ വ്യവസായ സൗഹൃദമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു ഗ്രോത്തിന് പറ്റിയ പല കാരണങ്ങൾ കൊണ്ട്, അതിലത്തെ പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്, പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്, ട്രേഡ് യൂണിയനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വ്യവസായ സൗഹൃദമല്ല എന്നുള്ളൊരു പൊതുബോധമാണ് നിലനിൽക്കുന്നത്. പക്ഷെ അതങ്ങനെ അല്ല എന്ന് തന്നെയാണ് ഈ പുസ്തകത്തിലൂടെ സ്ഥാപിക്കുന്നതും. അതിൻ്റെ ഒരു ഹിസ്റ്ററിയുമുണ്ട്. അപ്പോൾ അതായത് കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ഓരോ ഡെക്കേഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് വലിയ വലിയ മാറ്റങ്ങൾ വരും. കഴിഞ്ഞൊരു 30 വർഷത്തിനുള്ളിൽ വലിയ തോതിലുള്ള ഗ്രോത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രം തന്നെയാണിത്. കേരള രൂപീകരണത്തിന് ശേഷമുള്ള കേരളത്തിൻ്റെ ഒരു വ്യാവസായിക അന്തരീക്ഷം അവിടുന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് പതുക്കെ മാറി വന്നിട്ടുള്ളത്? ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമല്ല, പല ഒബ്സർവേഴ്സും പല എക്സ്പേർട്സ്, ഗവേഷകർ, അമർത്യ സെൻ തൊട്ട് ഡോക്ടർ KN രാജ് വരെ, അതുപോലത്തെ വിദഗ്ധരായ ഇക്കോണമിസ്റ്റിൻ്റെ ഒക്കെ ഒബ്സർവേഷൻസ് ആണെങ്കിലും ഇന്ന് അത് അത്ര വ്യാപ്തിയുള്ള അല്ലെങ്കിൽ ഇത്ര ബ്രോഡ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു വ്യൂ അല്ല ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന വ്യൂ ഈസ് ദറ്റ് കേരള ബിക്കോസ് ഓഫ് ഈ സംസ്ഥാനത്ത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ റീഓർഗനൈസേഷൻ ഓഫ് മോഡേൺ കേരള സ്റ്റേറ്റ് 1955 ശേഷം ഇവിടെ ഫോളോ ചെയ്ത ചില സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പോളിസീസ് കാരണം അതാണ് അടിസ്ഥാന കാരണം ഫോർ ക്രിയേറ്റിംഗ് ഒരു ഫേവറബിൾ the ecosystem and necessary conditions for sustained economic growth in the state. ആ നെസസറി കണ്ടീഷൻസ് എന്തായിരുന്നു? ഇവിടുത്തെ ഇനീഷ്യൽ പീരീഡിൽ ഇവിടുത്തെ ശ്രദ്ധ പൊളിറ്റിക്കൽ റിഫോംസിൻ്റെ വാസ് ഓൺ ലാൻഡ് റിഫോം, വാസ് ഓൺ സോഷ്യൽ റിഫോംസ്, എഡ്യൂക്കേഷൻ വാസ് ഓൺ പബ്ലിക് ഹെൽത്ത്, ആൻഡ് പിന്നെ അതർ സോഷ്യൽ സെക്യൂരിറ്റി ലൈക്ക് ഓൾഡ് ഏജ് പെൻഷൻ, വേറെ വീക്കർ സെക്ഷൻസിനുള്ള പെൻഷൻസൊക്കെ. അപ്പോൾ ഇതെല്ലാം ദർ ഇസ് എ പൊളിറ്റിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദിസ്. ഈ പൊളിറ്റിക്കൽ ലെൻസിൽ കൂടെ നമ്മളിത് നിരീക്ഷിച്ചാൽ ദർ ഇസ് എ വ്യൂ ദറ്റ് ഇതെല്ലാം നോൺ പ്രൊഡക്റ്റീവ് എക്സ്പെൻസസ് ആണ്. ആൻഡ് ഇത് കാരണം സംസ്ഥാനത്തിൻ്റെ പബ്ലിക് ഫിനാൻസസിനെ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു വിധത്തിലുള്ള വലിയ കമ്മിറ്റ്മെൻറ്റ്സ് വരുത്തി വെച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. ഇതാണ് പലരും വിശേഷിപ്പിക്കുന്ന കേരള മോഡൽ. ആൻഡ് അവർ പറയുന്ന ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ഈസ് നോട്ട് സസ്റ്റൈനബിൾ എന്ന്. അപ്പോൾ അത് വലിയൊരു സബ്ജക്റ്റ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ അതിനെപ്പറ്റി തന്നെ സംസാരിക്കാം. ഈ കേരള മോഡൽ എന്ന് പറയുന്നത് എന്താണ്, അത് ശരിയാണോ, അതിനെപ്പറ്റിയുള്ള ഈ കോൺട്രവേഴ്സീസ് എന്താണത്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ വ്യൂ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നോക്കുന്ന വ്യൂ ഈസ് കേരള പിന്തുടർന്ന പോളിസി അല്ലെങ്കിൽ ഈ നയങ്ങൾ വാസ് വെരി സിമിലർ ടു ദി പോളിസീസ് വിച്ച് വർ ഫോളോഡ് ഇൻ ഈസ്റ്റ് ഏഷ്യ, വിച്ച് ലേറ്റർ ബിക്കെയിം ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീജൻസ് ഇൻ ദ വേൾഡ്. ആൻഡ് ആ നയങ്ങൾ എന്തായിരുന്നു? ഫോക്കസ് ഓൺ ഹ്യൂമൻ റിസോഴ്സസ് ഫസ്റ്റ്. അപ്പോൾ ഈ പബ്ലിക് പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ്,
അപ്പം എഡ്യൂക്കേഷൻ വാസ് ട്രീറ്റഡ് ആസ് എ പബ്ലിക് ഗുഡ്, പബ്ലിക് ഹെൽത്ത് വാസ് ട്രീറ്റഡ് ആസ് എ പബ്ലിക് ഗുഡ്, സോഷ്യൽ വെൽഫെയർ വാസ് ട്രീറ്റഡ് ആസ് എ പബ്ലിക് ഗുഡ്. ഇതെല്ലാം പബ്ലിക് ഗുഡ്സ് ആണെങ്കിൽ ഹാവ് ടു ബി പ്രൊവൈഡഡ് ബൈ ദ പബ്ലിക് സെക്ടർ, ബൈ ഗവൺമെൻറ് എന്നുള്ള ഒരു നയം ആണ് ആക്സെപ്റ്റ് ചെയ്ത്. ടൈവാനിലായാലും ജപ്പാനിലായാലും സൗത്ത് കൊറിയയിലായാലും ചൈനയിലായാലും ഇത് തന്നെയായിരുന്നു അവരും ചെയ്തിരുന്നത്. അപ്പം ബാക്കിയുള്ള ഇന്ത്യയിലുള്ള ബാക്കി സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കിയാൽ ദേ ഓൾ ഫോളോഡ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മോഡൽ വേർ ദ സ്ട്രെസ് വാസ് നോട്ട് ഓൺ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസിൽ നിന്ന് വളരെ മുന്നോട്ട് എത്തിക്കഴിഞ്ഞു ബൈ 60s and 70s. ഇപ്പം കേരളം 60s and 70s 80s എത്തിയ HDI ഇന്ന് പല സംസ്ഥാനങ്ങളും ഇന്ന് പോലും എത്തിയിട്ടില്ല. അവർക്ക് അതൊരു തലമുറ എടുക്കും ആ സ്റ്റേജിൽ എത്താനായി. അപ്പോൾ അതായിരുന്നു ഈ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സൽ പബ്ലിക് ഹെൽത്ത്, യൂണിവേഴ്സൽ സോഷ്യൽ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അപ്രോച്ച്. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ലെൻസിൽ കൂടെ മാത്രം നോക്കാൻ പാടില്ല. ലോകത്തെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസസ് വിച്ച് എവർ കൺട്രീസ് ഹാവ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ റിസോഴ്സസ് ദേ ഹാവ് പ്രോസ്പേർഡ്. ദോസ് കൺട്രീസ് വിച്ച് ഹാവ് നോട്ട് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ റിസോഴ്സസ് ദേ ഹാവ് നോട്ട് പ്രോസ്പേർഡ്. അപ്പോൾ ഈസ്റ്റ് ഏഷ്യൻ ഇക്കണോമിക് മിറക്കിൾ എന്താ ഇതിൽ പിന്നിൽ നോക്കിയാൽ അവരെല്ലാം പല വിധത്തിലും ഡെമോക്രസീസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ചൈന ആയാലും ടൈവാൻ ആയാലും സൗത്ത് കൊറിയ ആയാലും നൺ ഓഫ് ദം ആർ ഡെമോക്രസീസ്. ദേ വർ ഓൾ മിലിറ്ററി ഓട്ടോക്രസീസ് ഇൻക്ലൂഡിങ് സൗത്ത് കൊറിയ ആൻഡ് Taiwan and all that. And even Japan was nominally a democratic government, but it had a whole tradition of autocracy there. പക്ഷേ അവരെല്ലാം അവരുടെ സോഷ്യൽ സെക്ടേഴ്സിനെ they paid a lot of importance to. They had universal literacy, they aimed for universal social security, they aimed for universal public health care systems covering all the population, even when they were not rich countries. അല്ലാതെ അവർ ഇതെല്ലാം റിച്ച് ആയതിന് ശേഷം ചെയ്തതല്ല. സം ഫേമസ് ഇക്കോണമിസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ഒക്കെ പറഞ്ഞതുപോലെ സം പീപ്പിൾ സേ, ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് ഇന്ത്യ cannot afford a good public health system because India is poor. C.K. Prahalad പറയുന്ന no, it is not that way. India is poor because it does not have a good public health care system. അതുപോലെ they even say other thing that like even നമ്മൾ അഴിമതിയെ പറ്റി പറയുന്ന, കറപ്ഷനെ പറ്റി പറയുന്ന, അത് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്ന എന്താണ്, ഇന്ത്യയിൽ കറപ്ഷൻ ഇസ് ഹൈ ബിക്കോസ് ഇന്ത്യ ഇസ് പുവർ. പ്രഹ്ലാദ് പറയുന്ന ഇന്ത്യ ഇസ് പുവർ ബിക്കോസ് കറപ്ഷൻ ഇസ് ഹൈ. സോ യു ഹാവ് ടു ജസ്റ്റ് ഫ്ലിപ്പ് ഇറ്റ്. അതുകൊണ്ട് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ദി സ്ലോഗൻ, ഇതാണ് ഞാൻ അവകാശപ്പെടുന്നെങ്കിൽ ദി ഓപ്പണൻസ് ഓഫ് ദിസ് വ്യൂ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഹൗ കം കേരള ഇസ് സോ ബാക്ക്വേർഡ്? എന്തില് അല്ല, സോ പോയിന്റ് വാസ് കേരള ഇസ് സപ്പോസ് ടു ബി ഇക്കണോമിക്കലി ബാക്ക്വേർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരള ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആണോ എന്നാണല്ലോ നോക്കേണ്ടത്. ഫസ്റ്റ് തിങ്, എല്ലാവരും അസ്യൂംഡ് ദാറ്റ് കേരള ഇസ് ഇൻഡസ്ട്രിയലി ഇക്കണോമിക്കലി എവറി വേ ബാക്ക്വേർഡ്. സോ അത് ശരിയാണോ എന്ന് നോക്കണം. അപ്പം അമർത്യ സെൻ പറയുന്നത് എന്താണ്, അദ്ദേഹം ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ലെക്ചറർ ആയിരുന്നപ്പം when just before he left for Cambridge and America, അദ്ദേഹം he did the interstate comparison. And ഇത് 60s or 70s എന്തോ ആയിരുന്നു. He did the comparison and he found that Kerala, which was at the time of independence, Kerala was one of the more backward, economically backward regions of India. Other places had gone far ahead of Kerala in economic, per capita income terms and all, they were far ahead and Kerala was backward. പിന്നെ അദ്ദേഹം ഇതേ സബ്ജക്റ്റ് വീണ്ടും ഡേറ്റ 90s നോക്കിയപ്പം, ബൈ ദി എൻഡ് ഓഫ് ദ 90s നോക്കിയപ്പോൾ അദ്ദേഹം അതിശയിച്ചു പോയി. when he looked at the figure, from being one of what he called one of the laggards എന്ന് പറഞ്ഞാൽ one of the പിന്നിൽ ബാക്ക് among the 25 Indian statesൽ ഏറ്റവും പുറയിലായിരുന്ന at the time of independence ആയിരുന്ന സംസ്ഥാനം by late 1990s had gone to the top, had become the richest state in per capita GDP.
So he said, how did that happen? Because ഈ സംസ്ഥാനത്ത് വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പം ഈ ഇൻഡസ്ട്രിയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയപ്പം അപ്പോഴാണ് ദിസ് കോൺസെപ്റ്റ് ഓഫ് കേരള മോഡൽ എന്ന് പറഞ്ഞൊരു ഒരു ഐഡിയ സ്റ്റാർട്ട് കമ്മിങ്. I don't know whether Amartya Sen ever used that term Kerala model. പക്ഷേ എല്ലാവരും പറയുന്ന കേരള മോഡൽ ആൻഡ് Amartya Sen എന്നാണ് they identified. But ഇത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ട്രിവാൻഡ്രത്ത് നിന്നാണ് ആക്ച്വലി ദിസ് ഹോൾ ഐഡിയ ദാറ്റ് കേരളത്തിലെ policy, public policy focus on human resources, on public education, public health, and public social welfare measures, social security measures. What it created was, it created a literate state, literate state with everybody covered by reasonable public health, reasonable social security, which was very different from the rest of India. Rest of India ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു സംസ്ഥാനത്ത് വെൻ ദി ഗൾഫ് ഇനീഷ്യലി ഇന്ത്യയിൽ തന്നെ പല വ്യവസായ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു. ലൈക്ക് ബാംഗ്ലൂർ ബിക്കേം ഒരു ഇൻഡസ്ട്രിയൽ സെൻറ്റർ, പിന്നെ പൂനെ ബിക്കം എൻ ഇൻഡസ്ട്രിയൽ സെൻറ്റർ, ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജൻ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സൊക്കെ വളർന്നു വന്നപ്പം മലയാളീസ് ഇവിടുന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മലയാളീസ് എല്ലാം കേരളത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അന്നില്ലായിരുന്നുകൊണ്ട് ബിക്കോസ് ദർ വാസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഓൾ ദി അതർ സിറ്റീസ്. ഇത് പൊതുമേഖല ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ആൻഡ് ഈവൻ വാട്ട് എവർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് ക്യാപിറ്റൽ വാസ് ഹാപ്പനിങ് ഇൻ അതർ സ്റ്റേറ്റ്സ്. അവരെല്ലാം ഈ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ മൂവ്ഡ് ടു അതർ പ്ലേസ്. സോ ദേ സ്റ്റാർട്ടഡ് എ മൈഗ്രേഷൻ ഓഫ് സ്കിൽഡ് പീപ്പിൾ ഔട്ട് ഓഫ് കേരള. പിന്നെ 80s ഗൾഫ് ബൂം സ്റ്റാർട്ടഡ്. അപ്പോൾ ദി മൈഗ്രേഷൻ ഓഫ് സ്കിൽഡ് പീപ്പിൾ ഔട്ട് ഓഫ് കേരള ആൻഡ് ഔട്ട് ഓഫ് ഇന്ത്യ ടു മിഡിൽ ഈസ്റ്റ് സ്റ്റാർട്ടഡ് ഹാപ്പനിങ്. And steadily over the last 30-40 years, a steady migration to US nurses and engineers and doctors and all that ഉണ്ട്. അതും കേരളത്തിൽ നിന്ന് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഒഴുക്ക് അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പം then started the second part of the negative stories of Kerala, that ഇവിടെ തൊഴിലവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട്, ലഭിക്കാത്തത് കൊണ്ട്, ഇവിടെ ഉണ്ടാകാത്തത് കൊണ്ട് ഇവിടുത്തെ സ്കിൽഡ് മാൻ പവർ എല്ലാം ഒഴുകി ബാക്കിയുള്ള ലോകത്തുള്ള ബാക്കിയുള്ള നാനാഭാഗങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ കേരളത്തിനൊരു വലിയ നഷ്ടമാണ് ഇതൊക്കെ. സോ ദിസ് വാസ് ദ സെക്കൻഡ് പാർട്ട്. ആൻഡ് ദി തേർഡ് പാർട്ട് ഓഫ് ദി നെഗറ്റീവ് നാരറ്റീവ് വാസ് ദാറ്റ് കേരളത്തിലെ അമിതമായ ഈ തൊഴിൽ ബന്ധങ്ങളിലൊക്കെ അമിതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ കാരണം ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റി ബിക്കം വെരി നെഗറ്റീവ്. ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റി വളരെ മിലിറ്റൻ്റായി. ഇത് കാരണം ഉൽപ്പാദന ചെലവ്, ഈ വേജസിലുള്ള ഡിമാൻഡ് കൂടിയതുകൊണ്ട് ഉൽപ്പാദന ചെലവും ഇവിടെ കൂടിയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായം ഒന്നിൽ അടച്ചുപൂട്ടേണ്ടി വന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ദേ മൈഗ്രേറ്റഡ് ഔട്ട് ടു നെയ്ബറിങ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ലെറ്റ്സ് ലുക്ക് അറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് ഈച്ച് ഓഫ്, അതിൽ ഞാൻ ബുക്കിൽ ഇത് എക്സാമിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലാണ്, അതിന് ഡീറ്റെയിൽസ് എല്ലാം ബുക്കിലുണ്ട്. പക്ഷേ ലെറ്റ്സ് ടേക്ക് ദ തേർഡ് പോയിന്റ്. ഈ വ്യവസായം ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള ആ നാരറ്റീവ് വരാൻ അതിൻ്റെ പിന്നിൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ഫാക്ട്. വ്യവസായം ഇവിടുന്ന് മാറിപ്പോയി. പക്ഷേ ഏത് വ്യവസായമാണ് മാറിപ്പോയതെന്നാണ് ആൾക്കാർ ആലോചിക്കേണ്ടത്. കേരളം at the time of independence already had a manufacturing sector. Our manufacturing sector was doing primary processing of raw cashew nut, primary processing of coir, primary processing of spices, cleaning and packing of spices, and some primary processing of seafood. അപ്പം ഇവിടെ ലഭ്യമായ റോ മെറ്റീരിയൽസിനെ സംസ്കരിക്കുന്ന വിധത്തിലുള്ള സംസ്കരിക്കുന്നതിനുള്ള പ്രാഥമിക പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ് ആയിരുന്നു ഇവിടുത്തെ മാനുഫാക്ചറിങ്. ദാറ്റ് മീൻസ് വെരി ലോ വാല്യൂ ആഡിങ്. ഈ ലോ വാല്യൂ ആഡിങ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഇസ് ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു മാനുവൽ ലേബർ കോസ്റ്റ്. ആൻഡ് അതുകൊണ്ട് വേജസ് ശകലം കൂടിയാൽ പോലും വേജ് കോസ്റ്റ് ഇസ് ദ ബിഗസ്റ്റ് സിംഗിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻ ഈ ലോ വാല്യൂ ആഡിങ് ഇൻഡസ്ട്രീസ്. വേറെ മെഷീനറി ഒന്നുമില്ല. അപ്പം സോ ദർ ഹാർഡ്ലി എനി ക്യാപിറ്റൽ കോസ്റ്റ്, ഇറ്റ്സ് മോസ്റ്റ്ലി ലേബർ കോസ്റ്റ്. അപ്പം ലേബർ കോസ്റ്റ് ഇവിടെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇക്കണോമിക്കൽ ആകില്ല. എന്നാൽ അവർ ലോ കോസ്റ്റ്, വേറെ ലോ വേജസ് ഉള്ള റീജൻസിലേക്ക്
മാറും. ഐ മീൻ ദേ വിൽ മൈഗ്രേറ്റ് ടു ദാറ്റ്, ഇൻഡസ്ട്രി വിൽ മൈഗ്രേറ്റ്. പക്ഷേ അത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക പ്രതിഭാസമൊന്നും അല്ലായിരുന്നു. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. സി മെനി പീപ്പിൾ ഫോർഗെറ്റ്, ലോകത്തെ തന്നെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയുടെ സെൻറ്റർ വാസ് ന്യൂ ജേഴ്സി ആൻഡ് ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റി 100 വർഷം മുമ്പുള്ള സിറ്റിയുടെ പല വിഷ്വൽസും നമ്മൾ കണ്ടാൽ ഇറ്റ് ഷോസ് വർക്കേഴ്സ് പുഷിങ് കാർട്ട്സ്, ഹാൻഡ് കാർട്ട്സ് നിറച്ച് ഇങ്ങനെ ഷർട്ടും പാൻറ്റും തൂക്കിയിട്ടിട്ടുള്ള ഈ ഈ മറ്റേ മൊബൈൽ വാർഡ്രോബ്സ് പോലെ റോഡിൽ കൂടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന സീൻസാണ്. ന്യൂയോർക്ക് ആൻഡ് ന്യൂ ജേഴ്സി വേർ ദി സെൻറ്റേഴ്സ് ഇൻ ദ വേൾഡ് ഓഫ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. പിന്നെ അവിടുത്തെ വേജസ് ഇൻക്രീസ് ചെയ്തപ്പം അത് അവിടുന്ന് ജപ്പാനിലേക്ക് മാറി. ജപ്പാൻ്റെ വേജസ് ഇൻക്രീസ് ചെയ്തപ്പോൾ അത് അവിടുന്ന് തായ്ലൻഡ് ആൻഡ് മലേഷ്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് മാറി. അവിടുത്തെ വേജസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇറ്റ് മൂവ് ടു ചൈന. ചൈനയിലെ വേജസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇറ്റ് മൂവ് ടു ബംഗ്ലാദേശ് ആൻഡ് വിയറ്റ്നാം. സോ ഇതൊരു ആഗോള പ്രതിഭാസമാണ്. അപ്പോൾ കേരളത്തിലെ വേജസ്, ഇവിടുത്തെ കാഷ്യൂ ഇൻഡസ്ട്രി ഇവിടെ നിലനിർത്തണം, അപ്പം വേജസ് നമ്മൾ കുറയ്ക്കണം എന്ന് പറയുന്നില്ല. അത് പ്യോർ വിഡ്ഢിത്തരമല്ലേ? വേജസ് ആരെങ്കിലും കുറയ്ക്കുമോ? ഇഫ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ചിഹ്നമാണ്, ഒരു ലക്ഷണമാണ് ദാറ്റ് വേജസ് ഗോ അപ്പ്. സോ കേരള വാസ് എ ഡെവലപ്പിംഗ് സ്റ്റേറ്റ്. സോ വേജസ് വെന്റ് അപ്പ് because people were expecting more, not because of agitations or anything. അതിന് പിന്നിൽ വേറെ ഒരു ഇക്കണോമിക് തിയറി ഉണ്ട്. അതിനെപ്പറ്റി ഒരു ചാപ്റ്ററിൽ ഞാൻ പറയുന്നുണ്ട്, വിച്ച് ഇസ് ദ ഡച്ച് ഡിസീസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ഡച്ച് ഡിസീസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പോയിന്റ് ഒന്നും കൂടെ. അപ്പോൾ അതുകൊണ്ട് വേജ് ഇൻക്രീസ് കൊണ്ട് കേരളത്തിലുള്ള ട്രഡീഷണൽ മാനുഫാക്ചറിങ് സെക്ടർ അൺഇക്കണോമിക്കലായി, ആൻഡ് ഈ സെക്ടർ അടുത്ത അയൽ സംസ്ഥാനങ്ങളിലേക്ക് മാറി. ദാറ്റ്സ് എ ഫാക്ട്. അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻഡ് വാസ്, കേരളത്തിൻ്റെ ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് മാനുഫാക്ചറിങ് സെക്ടർ, ടോട്ടൽ എംപ്ലോയ്മെൻറ്റിൻ്റെ സിംഹഭാഗം ഈ സെക്ടേഴ്സിലായിരുന്നു. ഈ കാഷ്യൂ, കയർ, പിന്നെ സീ ഫുഡ് ആൻഡ് സ്പൈസസ് പ്രോസസ്സിങ് ആൻഡ് ടൈൽസ്, ഇങ്ങനത്തെ ബ്രിക്സ്, ടൈൽസ്, അതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്നിൽ ഇല്ലാതെ അടച്ചു പൂട്ടുക, ബിക്കോസ് ചീപ്പർ ടൈൽസ് ആൻഡ് ഓൾ ദാറ്റ് വർ അവൈലബിൾ ഫ്രം മംഗലാപുരം ആൻഡ് അതർ സ്റ്റേറ്റ്സ്, ഓർ ദേ മൈഗ്രേറ്റ് ടു അതർ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു. സോ ടോട്ടൽ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സപ്പോസിങ് അതിൻ്റെ ഒരു പകുതി, മോർ ദൻ 50% ഇല്ലാതായി. അപ്പോഴാണ് the story of the deindustrialization of Kerala was born. ആ നാരറ്റീവ് അപ്പോഴാണ് തുടങ്ങിയത്. അപ്പം പീപ്പിൾ ഹൂ വർ പൊളിറ്റിക്കലി അഗൻസ്റ്റ് ദി കേരള മോഡൽ, അവർ ആർഗ്യൂ ചെയ്തത് ഈ അവർ പറയുന്ന തെറ്റായ നയങ്ങൾ, കേരള സർക്കാരുകൾ 50കൾ തൊട്ട് പെർസ്യൂ ചെയ്ത തെറ്റായ നയങ്ങൾ കാരണം, അമിതമായ വേജ് ഇൻക്രീസസ് കാരണം ഇവിടുത്തെ ഇൻഡസ്ട്രി എല്ലാം ഇവിടുന്ന് കൂടുമാറി അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി. കേരള ഇസ് ബീയിങ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആൻഡ് ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ ജോലി കിട്ടാത്ത, അപ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചു. ഇവിടുന്ന് ലേബർ മൈഗ്രേറ്റ് ചെയ്യുന്ന ഇത് കാരണമാണ് ലേബർ ഇസ് ഗോയിങ് ടു അതർ പാർട്സ് ഓഫ് ഇന്ത്യ, വിച്ച് വാസ് ഹാപ്പനിങ് ബിഫോർ ദിസ് മൈഗ്രേഷൻ ആക്ച്വലി. അപ്പം ഇങ്ങനെ 2-3 അൺകണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കണക്ട് ചെയ്യിപ്പിച്ചുണ്ടാക്കിയ ഒരു നാരറ്റീവ്. അതെ, അതിൽ വലിയ ലോജിക് ഇല്ല. നമ്മളത് ഡീകൺസ്ട്രക്ട് ചെയ്താൽ ഇതെല്ലാം സെപ്പറേറ്റ് ഫാക്ടേഴ്സാണ്, പ്രതിഭാസങ്ങൾ വിച്ച് ഹാവ് എ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ. ഇപ്പം മണില ചോദിച്ചു, ഈ ഡച്ച് ഡിസീസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? ആ തിയറി, ഡച്ച് ഡിസീസ് തിയറി ഇൻ ദ സിംപ്ലസ്റ്റ് ടേം പറയുന്നത്, സപ്പോസിങ് യു ഹാവ് എ ഫ്ലോ ഇൻ ടു ദി ഇക്കോണമി, exogenous flow into the economy of money due to any factor, unconnected with the local economy. അതായത് ലോക്കൽ ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധമില്ലാത്ത പുറത്തുനിന്ന് വരുന്ന, ദാറ്റ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു മെനി തിങ്. സപ്പോസ് ഇവിടെ ഓയിൽ കണ്ടുപിടിച്ചു, ജസ്റ്റ് ആലോചിച്ചോ, നമുക്ക് വലിയൊരു ഓയിൽ ഡിസ്കവറി ഇവിടെ കേരളത്തിലുണ്ടായാൽ, ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കേരളാസ് പ്രൊഡക്ടിവിറ്റി, കേരളത്തിലെ ആൾക്കാരുടെ സ്കില്ലോ. ഇത് സൗദി അറേബ്യയിലൊക്കെ ഓയിൽ കണ്ടുപിടിച്ച പോലെ, അവിടെ അറബ്സ് ക്യാമലിൽ റൈഡ് ചെയ്യുന്ന അറബ്സ് സഡൻലി ദേ ഫൗണ്ട് ദംസെൽസ് സിറ്റിംഗ് ഓൺ ലോട്ട്സ് ഓഫ് ഓയിൽ ആൻഡ് ദേ ഹാഡ് ഇൻക്രെഡിബിൾ വെൽത്ത്.
അപ്പോൾ ആ മാതിരി ലോക്കൽ ഇക്കോണമിയായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു അൺഎൻഡിങ് അല്ല, ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻഫ്ലോ ഓഫ് ഫണ്ട്സ് ഉണ്ടായാൽ what that will do is it will damage the domestic economy by raising wage rates. അതിന് ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ബട്ട് ദി എക്സ്പ്ലനേഷൻ ഇസ് if there is an inflow of funds unconnected to the local economy, then that will lead to a rise in wage rates in the domestic economy, and that will make domestic manufacturing uncompetitive, and it will lead to deindustrialization of the economy. പലയിടത്തും അത് അവർ ഈ ഗവേഷകരൊക്കെ they have observed that ഈ പ്രതിഭാസം യൂറോപ്പിലും ഇപ്പം ഡച്ച് ഡിസീസ് എന്ന് പറയാൻ കാരണം ഹോളണ്ടിലെ ഓയിൽ, ഈ നോർത്ത് സീ ഓയിൽ കണ്ടുപിടിച്ചപ്പം ആ നോർത്ത് സീ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹാഡ് ആൻ ഇഫക്റ്റ് ഓഫ് റേസിംഗ് ദ വേജ് റേറ്റ്സ് ഇൻ ഹോളണ്ട്. ഈവൻ ദ ഹോളണ്ടിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി ഒന്നും മാറിയില്ല, പക്ഷേ വേജ് റേറ്റ്സ് വെന്റ് അപ്പ് ബിക്കോസ് ഈ എക്സ്റ്റേണൽ ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിലുള്ള എക്സ്റ്റേണൽ ഫ്ലോ എന്തായിരുന്നു? റെമിറ്റൻസസ്. ബിക്കോസ് ഈ ഏർലി 1980s ആദ്യത്തെ റെമിറ്റൻസ് കണക്കുകൾ പരിശോധിച്ചാൽ 82-ലോ 81-ൽ 1.5 crores ആയിരുന്നു ആനുവൽ റെമിറ്റൻസ്. അത് 10 വർഷത്തിനകം 10 മടങ്ങ് കൂടി. അത് ഇറ്റ് ബിക്കേം 15 crores. ഇൻ 2014 ഇറ്റ് വാസ് 1 lakh crores. അപ്പോൾ എല്ലാ വർഷവും 1,00,000 കോടി രൂപ വന്ന് വീഴുക കേരളത്തിലോട്ട്. ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കേരള ഇക്കോണമി. കേരളത്തിലുള്ള പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയോ കേരളത്തിലുള്ള എംപ്ലോയ്മെൻറ്റോ കേരളത്തിലുള്ള ആഗ്രികൾച്ചർ സെക്ടറിൻ്റെ കഴിവുകളോ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ആവശ്യങ്ങളോ ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ 1,00,000 കോടി രൂപ എല്ലാ വർഷവും വന്ന് ടക്ക് ബാങ്ക് അക്കൗണ്ടിൽ വന്ന് വീഴുക. വാട്ട് ദിസ് ഹാസ് ഹാഡ് എൻ ഇഫക്റ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഓയിൽ ഡിസ്കവറി പോലെ ഒരു നിധി പോലെയായി, ഒരു വലിയൊരു just an inflow. This massive inflow disrupted the wage relationship between what's called the tradable sector and the non-tradable sector. Tradable sector എന്ന് പറയുന്നത് നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച് വേറെ ഒരിടത്തേക്ക് കയറ്റി അയക്കാവുന്ന പ്രോഡക്ട്സ് ആണ് ട്രേഡബിൾസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ കപ്പ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ അത് ഞാൻ അമേരിക്കയിൽ ഒരു ബയർക്ക് എനിക്ക് വിൽക്കാൻ പറ്റും അല്ലേ. ബട്ട് സപ്പോസിങ് I am a doctor sitting here. ഞാൻ എൻ്റെ എക്സ്പെർട്ടീസ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒന്നിൽ ഞാൻ അമേരിക്കയിലോട്ട് മാറണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഒരു പേഷ്യൻറ്റിനെ അന്ന് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒന്നും ഇല്ലെന്ന് അസ്യൂം ചെയ്യും. അതാണ് ഹെൽത്ത് കെയർ ഇസ് എ നോൺ ട്രേഡബിൾ. പിന്നെ ഫൈനാൻഷ്യൽ സർവീസസ് ഇസ് എ നോൺ ട്രേഡബിൾ. ബാങ്കിങ് സർവീസ്, ഇവിടുത്തെ ഫെഡറൽ ബാങ്കിൻ്റെ ഇവിടുത്തെ ഒരു ബ്രാഞ്ച് ഇറ്റ് കനോട്ട് ഗിവ് ബാങ്കിങ് സർവീസസ് ടു ന്യൂ ജേഴ്സിയിലുള്ള ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ ഇവിടുത്തെ ഫെഡറൽ ബാങ്കിൻ്റെ ബാങ്കിങ് സർവീസസിൻ്റെ ഗുണം അനുഭവിക്കണമെങ്കിൽ ഇവിടെ വരണം അല്ലേ. അപ്പം ഒരു ഇക്കോണമിയിൽ നിന്ന് കയറ്റി അയക്കാവുന്ന, കച്ചവടം ചെയ്ത് കയറ്റി അയക്കാവുന്ന വേറെ ഒരു രാജ്യത്തേക്കോ വേറെ ഒരു സംസ്ഥാനത്തേക്ക് കയറ്റി അയക്കാവുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ദാറ്റ്സ് കോൾഡ് നോൺ ട്രേഡബിൾ. കേരളത്തിൻ്റെ ഇക്കോണമി വാസ് മോർ ഡോമിനേറ്റഡ് ബൈ നോൺ ട്രേഡബിൾ സെക്ടർ വിച്ച് ഇസ് ലൈക്ക് സേ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമ്മുടെ ഇവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സെക്ടർ, ഇവിടെ ബിൽഡിംഗ് പണിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു നല്ലൊരു കോൺട്രാക്ടർ, പെരിന്തൽമണ്ണയിലൊരു കോൺട്രാക്ടർ, അയാൾക്ക് അമേരിക്കയിൽ പോയി വീട് വെക്കാൻ പറ്റും. തിയറിറ്റിക്കലി ഹി ക്യാൻ ഡു ഇറ്റ്. പക്ഷേ അയാൾക്ക് അതിനുള്ള ശേഷിയില്ല, അയാൾക്ക് അവിടുത്തെ ഉള്ള കപ്പാസിറ്റി ഇല്ല, അയാൾക്ക് അവിടുത്തെ ബാങ്ക്സുമായിട്ട് ബന്ധമില്ല, അയാൾക്ക് അവിടെ ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഹീ ഈസ് ഓൾസോ വർക്കിംഗ് ഇൻ എ നോൺ ട്രേഡബിൾ സെക്ടർ. പക്ഷേ ഇവിടെ കൊപ്ര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു ഫാക്ടറി ഉള്ളവർ, അല്ലെങ്കിൽ ഫ്ലവർ മില്ലർ, കോഴിക്കോട്ടുള്ള ഒരു ഫ്ലവർ മില്ലർ ആണെങ്കിൽ ആ ഫ്ലവർ ആ മില്ല് ചെയ്ത് ഉണ്ടാക്കുന്ന ഫ്ലവർ ചാക്കിലാക്കി അമേരിക്കയിൽ അയക്കാൻ പറ്റും. ദാറ്റ്സ് എ ട്രേഡബിൾ. അപ്പം ഈ ട്രേഡബിൾ സെക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഒരു ഇക്കോണമിയുടെ സമ്പദ്ഘടനയ്ക്ക്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ട്രേഡബിൾ സെക്ടറിൻ്റെ വളർച്ചയെ എന്തെങ്കിലും ബാധിച്ചാലുള്ള പ്രോബ്ലം ഇസ് നമ്മുടെ എക്സ്പോർട്സിനെ അത് ബാധിക്കും. എക്സ്പോർട്സിനെ ബാധിച്ചാൽ സംസ്ഥാനത്തേക്കുള്ള വരുമാനത്തെ അത് ബാധിക്കും. ബിക്കോസ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇറക്കുമതി ചെയ്യാനായിട്ട് നമുക്ക് കാശ് വേണം. ഈ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള കാശ് സമ്പാദിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ട്. കയറ്റുമതി ചെയ്യാനായിട്ട് ട്രേഡബിൾ സെക്ടർ വളരണം. ട്രേഡബിൾ സെക്ടർ വളരണമെങ്കിൽ നമ്മളെ ഫാക്ടറീസ്, പുതിയ ഫാക്ടറീസ് ഉണ്ടാവണം, കൂടുതൽ പേർക്ക് ജോലി കൊടുക്കണം, എല്ലാം ചെയ്യണം.
പക്ഷേ വേജസ് കൂടിയാൽ ട്രേഡബിൾ സെക്ടറിനെ അത് ബാധിക്കും. സോ ഈ the primitive argument against which said that Kerala is deindustrializing, ഈ primitive and inaccurate argument was that ഈ അമിതമായ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റും അതൊക്കെ കാരണം ട്രഡീഷണൽ സെക്ടേഴ്സിലെ വേജസ് കൂടി, അതുകൊണ്ട് കാഷ്യൂ ഇൻഡസ്ട്രി ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആ മാനുഫാക്ചറിങ് സെക്ടർ ഇവിടുന്ന് കൂടുമാറി വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോയി. The more sophisticated economic explanation is ഈ ഡച്ച് ഡിസീസ് ഹൈപ്പോത്തസിസ് കാരണം ഈ ഇൻഫ്ലോ, ഈ റെമിറ്റൻസസിൻ്റെ ഇങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള വളർച്ചയും സ്റ്റഡി ആയിട്ടുള്ള ഇൻഫ്ലോ അൺറിലേറ്റഡ് ടു ദി ഡൊമസ്റ്റിക് ഇക്കോണമി, ഇത് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് അതായത് ട്രേഡബിൾ സെക്ടറിനെ സാരമായി ബാധിച്ചു. അതെങ്ങനെ സാരമായി ബാധിച്ചു? ബൈ റേസിങ് ദ വേജ് റേറ്റ്സ്. അതുകൊണ്ട് ഇവിടെ നോൺ ട്രേഡബിൾ സെക്ടർ ബിക്കേം മോർ ലൂക്രേറ്റീവ്. അതുകൊണ്ട് ഇവിടെ ഒരു മോൾ സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആശുപത്രികൾ ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ, ഫൈനാൻഷ്യൽ സർവീസ്, ഇതെല്ലാം ബിക്കേം മോർ പ്രോഫിറ്റബിൾ ദാൻ മാനുഫാക്ചറിങ്. ഓക്കെ. അതുകൊണ്ട് കേരളത്തിൽ ഈ സെക്ടേഴ്സ് എല്ലാം വളർന്നു, മാനുഫാക്ചറിങ് വളർന്നില്ലെന്ന് മാത്രമല്ല ക്ഷയിച്ചു പോകുന്നു ആൻഡ് ഇല്ലാതാകുന്നു എന്നായിരുന്നു നാരറ്റീവ്. സോ ഇറ്റ് സീംസ് വെരി റീസണബിൾ അല്ലേ, ബിക്കോസ് റെമിറ്റൻസസ് ആർ ഗോയിങ് അപ്പ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ മൈ ഇൻവെസ്റ്റിഗേഷൻ ഷോസ് അത് ശരിയല്ല. ബിക്കോസ് മാനുഫാക്ചറിങ് ഇവിടെ ക്ഷയിച്ചു പോയിട്ടില്ല, നമ്മളാരും നോട്ടീസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ മാനുഫാക്ചറിങ് ആരോരും അറിയാതെ, ലിറ്ററലി ഓൾമോസ്റ്റ് ആരോരും അറിയാതെ, മീഡിയ നോട്ടീസ് ചെയ്യാതെ, ഇക്കണോമിസ്റ്റ്സ് നോട്ടീസ് ചെയ്യാതെ, സർക്കാർ പോലും നോട്ടീസ് ചെയ്യാതെ മാനുഫാക്ചറിങ് സെക്ടർ, മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ ഹാസ് ബീൻ ഗ്രോയിങ്. 80s 5 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് പ്രൊഡക്ഷൻ ആരംഭിച്ച C.V. ജേക്കബ് അവിടെ ചെറിയൊരു വ്യവസായം തുടങ്ങി, സിന്തൈറ്റ് എന്ന് പേരുള്ള. ഇന്നത് 2500 കോടി രൂപ വിറ്റുവരവുള്ള 3500 പേർക്ക് ജോലി നൽകുന്ന ഒരു ഭീമനാണ്. 80s ചെറിയ തോതിൽ തുടങ്ങിയതാണ്. 80s ഹി സ്റ്റാർട്ടഡ്, അത്രയേ ഉള്ളൂ. 90s എന്ന് വേണമെങ്കിൽ 80s and 90s തുടങ്ങി. ഞാനും മൈ കമ്പനി സ്റ്റാർട്ടഡ് ഇൻ ദ ലേറ്റ് 80s ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ഏർലി 90s. എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ ഒന്ന് കര കയറുന്നത്, പിടിച്ച് നിൽക്കുന്നത് 90s. PK സ്റ്റീൽസ്, മൊയ്തുവിൻ്റെ PK സ്റ്റീൽസ്, അങ്ങനെ ചെറിയ വേറെ എന്തോ അതിൻ്റെ ജനതാ സ്റ്റീൽസ് എന്നെന്തോ പറഞ്ഞ ഒരു കമ്പനി, ഒരു സിക്കായിട്ടുള്ള കമ്പനി ഏറ്റെടുത്തിട്ട് സ്റ്റീലിനെ പറ്റി ഒന്നും അറിയാത്ത PK അഹമ്മദും ഫാമിലിയും, ഫ്ലവർ മില്ലിങ് ചെയ്തുകൊണ്ടിരുന്ന PK അഹമ്മദും ഫാമിലിയും സ്റ്റീലിനെ പറ്റി അവർ പഠിക്കാൻ തുടങ്ങി. ഇന്ന് ടുഡേ ലോകത്തെ തന്നെ 8 മോസ്റ്റ് എഫിഷ്യൻറ്റ് സ്റ്റീൽ കാസ്റ്റിംഗ് കമ്പനീസിലൊന്നാണ് PK സ്റ്റീൽ. സോ മൈ പോയിന്റ്, ഒരു മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ ഇവിടെ വളർന്നു വന്നു. ഹൗ ഡിഡ് ദിസ് ഹാപ്പൺ? അതാണ് ഐ ഹാവ് ഗിവൻ എ ഹൈപ്പോത്തസിസ്. സോ ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് ഇസ് എ ഫാക്ട്. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഫർമേഷൻ അല്ല. ഇറ്റ് ഇസ് ഓൾ ദ ഡാറ്റ. സോ 50 manufacturing companies, ഇപ്പം എവറിബഡി ഈസ് അവെയർ ഓഫ് ദീസ് കമ്പനീസ്, ഓൾ ആർ സക്സസ് സ്റ്റോറീസ്, എവറിബഡി ഓൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണ്. സപ്പോസിങ് all these companies were in, let us say, spices processing. അപ്പം പിന്നെ ആൾക്കാർക്ക് somebody can argue that ഇത് കേരളത്തിൻ്റെ പ്രത്യേക റിസോഴ്സ് എൻഡോമെൻ്റ് കൊണ്ട്, സ്പൈസസ് ഇവിടെ ഒരുപാട് സ്പൈസസ് ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഇത്രയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഇവിടെ ഈ വ്യവസായങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇവിടെ സ്റ്റീലില്ല, അയൺ ഓറൊന്നുമില്ല, സ്റ്റീലുമായിട്ട് യാതൊരു കണക്ഷനില്ല. എൻ്റെ കമ്പനിയാണെങ്കിൽ പ്ലാസ്റ്റിക്സ് മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക്സ് മെറ്റീരിയൽസ് ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല കേരളത്തിൽ. എല്ലാം വളരെ ദൂരെ ലോകത്തുള്ള അങ്ങേ അറ്റത്തു നിന്നാണ് എല്ലാം ഇറക്കുമതി ചെയ്യുന്നത്. അവിടുന്ന് വലിയ വില കൊടുത്ത് ഇത്രയും ദൂരം ഇറക്കുമതി ചെയ്ത് ഇവിടെ സംസ്കരിച്ച് ഒരു പ്രോഡക്റ്റാക്കി മറിച്ച് ആ രാജ്യങ്ങളിലേക്ക് വിറ്റ് ലാഭത്തിൽ വിൽക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവണമല്ലോ കേരളത്തിൽ, അല്ലേ? അല്ലാതെ വൈ ഷുഡ് സംബഡി ടേക്ക് ദ ട്രബിൾ ഓഫ് കമ്മിങ് ഓൾ ദ വേ ടു കേരള? അപ്പോൾ ഈ 50 കമ്പനീസ് സക്സസ്, ആൻഡ് 50 മാത്രമല്ല, ദർ ആർ മോർ ആൻഡ് മോർ കമ്പനീസ് ആർ കമ്മിങ് അപ്പ് എവറി ഡേ, വിച്ച് ഇസ് എ ഫാക്ട് ഓഫ് ലൈഫ്. നമ്മൾ ഒരു വലിയൊരു പ്രവാഹമൊന്നുമല്ല, പക്ഷേ ഇറ്റ് ഇസ് സ്റ്റഡിലി ഹാപ്പനിങ്. അപ്പോൾ ഇത്രയും കമ്പനീസ് വരുന്നതിൻ്റെ അർത്ഥം ഈ ഡീഇൻഡസ്ട്രിയലൈസേഷൻ നാരറ്റീവ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ്. ഞാൻ ഇടയ്ക്ക് ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. ഞാൻ ഇൻ്റർനെറ്റ് വഴിയും ഒക്കെ നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ബുക്ക് ഈസ് ഹോപ്പ്ഫുള്ളി
കുറച്ചും കൂടെ ഗവേഷണം, കുറച്ചും കൂടെ കേസ് സ്റ്റഡീസിനൊക്കെ ഉള്ള ഒരു പ്രോത്സാഹനം ആവട്ടെ. ഇത് വായിക്കുന്നവർക്ക് സ്റ്റുഡൻസ് ആയാലും ഇക്കോണമിസ്റ്റ് ആയാലും ആൻഡ് ഗവൺമെൻറ് ആയാലും ഇതിനെപ്പറ്റി കുറച്ചും കൂടെ അന്വേഷിക്കാൻ അവർക്കൊരു പ്രോത്സാഹനം ആവട്ടെ എന്നുള്ള അതും കൂടെ ഉണ്ട് എൻ്റെ ഇതിൽ പിന്നിൽ. ബിക്കോസ് ദേ മസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് മോർ സച്ച് കമ്പനീസ്. അപ്പം ഈ 1990s വരെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന മാനുഫാക്ചറിങ് സെക്ടർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോവാണല്ലോ തമിഴ്നാട്ടിലേക്കും. കയറ്, കശുവണ്ടി, മറ്റേ സീ ഫുഡ്, അതെല്ലാം. അപ്പോൾ എല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവിടുത്തെ ഇൻഡസ്ട്രി ഇല്ലാതാകുന്നു. അപ്പോഴാണ് ഈ ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞ നാരറ്റീവ് വന്നത്. 1990 ഈ മാനുഫാക്ചറിങ് ആസ് എ ഷെയർ ഓഫ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 7% വരെ കുറഞ്ഞു. അപ്പോഴാണ് പീപ്പിൾ തോട്ട് ഇൻഡസ്ട്രി ഈസ് ഗോൺ, ഇനി ഇവിടെ ഇൻഡസ്ട്രി നടക്കത്തില്ല, ഒരു ഇൻഡസ്ട്രി എല്ലാം അടച്ചു പൂട്ടുകയാണ്. അതിനുശേഷം പീപ്പിൾ സ്റ്റോപ്ഡ് ലുക്കിംഗ് എന്നാണ് അതേ ഉള്ളൂ എനിക്കുള്ള എക്സ്പ്ലനേഷൻ. ബിക്കോസ് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് നോബഡി നോസ്. നൗ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ദിസ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 7% ആയിട്ട് ഇങ്ങനെ സ്റ്റഡിലി കുറഞ്ഞു വന്ന മാനുഫാക്ചറിങ് slowly flattened out and then slowly started growing unnoticed by anybody. And today the figure it is close to 14%. In India the figure, all India figure for manufacturing is 14%. equivalent ആണ്. അതിൻ്റെ equivalent ആയി Kerala, and Kerala is considered to be a deindustrialized state. And not only is Kerala, it has come to almost 14%. It is increasing. That is means ഇത് നമ്മൾ ഇനി വേറെ if we don't do any major goof ups, വേറെ എന്തെങ്കിലും വലിയ കലാമിറ്റീസോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ it will cross 14% and it will keep growing steadily. That means manufacturing is growing. അപ്പം ഞാനിതിൽ നോക്കുമ്പോൾ what kind of manufacturing is growing? അതൊരു പ്രധാനപ്പെട്ട. It is a high value adding, high technology, knowledge intensive manufacturing. അപ്പം നേരത്തെ ഫോർ എക്സാമ്പിൾ സ്പൈസസിൽ ജസ്റ്റ് പെപ്പർ എടുത്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് ചാക്കിലാക്കി കയറ്റി അയക്കുക, അതായിരുന്നു സ്പൈസസ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത്. പെപ്പറായാലും കാർഡമമായാലും ഒക്കെ ബേസിക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്പൈസസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്പൈസസ് എക്സ്പോർട്ട് ഇസ് പെപ്പർ എടുത്ത് പെപ്പറിൽ നിന്നുള്ള എസൻസ്, ഓളിയോർ എസൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് യൂസിങ് വെരി മോഡേൺ ടെക്നോളജി, കോളം ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സൊഫിസ്റ്റിക്കേറ്റഡ് മെത്തേഡ്സും ലബോറട്ടറി ടെസ്റ്റിങ്ങും R&Dയും ഒക്കെ വെച്ച് ഈ പെപ്പറും ചില്ലീസും ജിഞ്ചർ ആൻഡ് മറ്റേ കാടമത്തിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന എസൻസസ് എക്സ്ട്രാക്ട് ചെയ്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് മോഡേൺ മാനുഫാക്ചറിങ്. സോ ഈ മോഡേൺ മാനുഫാക്ചറിങ്ങും ആ നേരത്തെ ഉള്ള പരമ്പരാഗതമായിട്ടുള്ള പ്രോസസ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഈ മോഡേൺ മാനുഫാക്ചറിംഗ് വാല്യൂ ആഡിങ് ഇസ് സോ ഹൈ ദാറ്റ് യു ക്യാൻ പേ ഹൈ വേജസ് ആൻഡ് യു ഹാവ് ടു എംപ്ലോയ് സ്കിൽഡ് പീപ്പിൾ. ഈ അൺസ്കിൽഡ് ലേബർ കൊണ്ടൊന്നും പറ്റത്തില്ല. സിന്തൈറ്റിൻ്റെ ഫാക്ടറി ചെന്ന് കഴിഞ്ഞാൽ എവ്രി വൺ ഓഫ് ദം ഇസ് എഡ്യൂക്കേറ്റഡ്. എൻ്റെ ഫാക്ടറിയിൽ, മറ്റേ പെൻപോളിൻ്റെ ഫാക്ടറിയിൽ പോയാൽ ഓൾ ദ പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്. കേരളത്തിലെ ടിപ്പിക്കൽ ഫാക്ടറീസിൽ പോയാൽ മോസ്റ്റ് ഓഫ് ദം which are doing well, if you see, most of them are educated people. Even if they are migrant workers, they are educated people. You cannot ഈ ചുമട്ടുകാർ പോലത്തെ ഉള്ള അൺസ്കിൽഡ് ബ്രൂട്ട് ഫോഴ്സ് ഉള്ള ലേബർ ഇസ് നോട്ട് എനിമോർ നീഡഡ് ഇൻ കേരള ഇൻഡസ്ട്രി. അങ്ങനത്തെ ഇൻഡസ്ട്രി ഇവിടെ ഇല്ല. അങ്ങനത്തെ ഇൻഡസ്ട്രി ലോ വേജ് ഇൻഡസ്ട്രിയാണ്. വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇൻ അതർ വേർഡ്സ് the nature of demand for labor has changed too, because nature of industry has changed. So that's my point. Now ഞാൻ അത് പറയുമ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഒരു ഫാമിംഗ് സെക്ടറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ചുമട്ട് തൊഴിലാളികളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നിൽക്കുന്ന ഒരു തലമുറ ഉണ്ടല്ലോ, ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, പുതിയ തലമുറ ഇതിനകത്തേക്ക് വരുന്നില്ല എന്നുള്ളതൊരു ഫാക്ടറാണ്. അതും ഈ ടെക്നോളജിയും ഈ പറഞ്ഞ തിയറിയുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, പുതിയതെന്ന് അല്ല, അതായത് യങ് ജനറേഷൻ, ഇപ്പോൾ ചുമട്ട് തൊഴിലിലേക്ക് വരുന്ന യങ് ജനറേഷൻ്റെ
എണ്ണം കുറവാണ്. ഫാമേഴ്സായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം, ഇപ്പം നമ്മളിവിടെ കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെയാണ് ഉപയോഗിക്കുന്നത്. ഫാമേഴ്സ് ആയിട്ടുള്ള കേരളീയരായിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ അത്തരം സെക്ടേഴ്സിലേക്കൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എഡ്യൂക്കേഷനും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ എല്ലാവർക്കും സാർവത്രിക വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ലേബേഴ്സിലേക്ക് ആളുകൾ വരുന്നതിൻ്റെ എണ്ണവും കുറവാണ്. പ്ലസ് ടെക്നോളജിന്റെ മോഡേണൈസേഷൻ. അപ്പൊ ഇത് മൂന്നും തമ്മിൽ ഉള്ളൊരു കോറിലേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണോ സംഭവിച്ചത്? അതെ, അങ്ങനെയാണ്. ബിക്കോസ് ഇപ്പം കേരളത്തിൽ ഒരു എഡ്യൂക്കേറ്റഡ് വർക്കർ, ഇപ്പൊ ഒരു റബ്ബർ ടാപ്പറിന്റെ വർക്കർ ഡസ് നോട്ട് വാണ്ട് ടു ബി എ റബ്ബർ ടാപ്പർ. നിങ്ങൾ അവിടെ എത്ര പൈസ കൊടുത്താലും ഹി സേസ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ റബ്ബർ ടാപ്പർ. അയാളുടെ അച്ഛൻ പോലും പറയുന്ന എൻ്റെ മകൻ ഒരു ഓഫീസിൽ എനിക്ക് ഒരു മാസം കിട്ടുന്ന പകുതി എമൗണ്ട് കിട്ടിയാലും ഒരു ഡെസ്കിന് പുറയിലിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന അപ്പോഴാണ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് വേ ഫോർ എ പേഴ്സൺ ടു വർക്ക്. അതാണ് ആസ്പിറേഷണൽ ചേഞ്ചസ് വിച്ച് ആർ ഹാപ്പനിങ്. അതിലെന്താണ് തെറ്റ്? ഞാൻ പറയുന്നത് ആ ബ്രൂട്ട് ഫോഴ്സ് നമ്മൾ കുറേ ഓമന പേരുകളൊക്കെ കൊടുക്കും നമ്മൾ, ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. ദീസ് ആർ ഓൾ തിങ്സ് ട്രൈങ് ടു ഫൂൾ ദ വർക്കിംഗ് ക്ലാസ് ഇൻ മൈ ഒപ്പീനിയൻ, ബിക്കോസ് ദർ ഇസ് നോ ഡിഗ്നിറ്റി ഇൻ ടേക്കിംഗ് എ മമ്മട്ടി ആൻഡ് ഡൂയിങ് ഇറ്റ് ഫോർ 10 hours a day. There is no dignity. In my opinion, that is brute labor. When you have machines which can do that better, why do you want a human being to do that? When you have machines which can transport goods from one part to another part, ഒരാളിനെ ഈ എന്താ പറയണ്ട, ലൈക്ക് എ ബീസ്റ്റ് ഓഫ് ബേർഡൻ ഒരു വണ്ടി തള്ളിക്കൊണ്ട് വലിച്ചുകൊണ്ട് ഒരിടത്ത് നിന്ന് മറ്റടുത്ത്, വാട്ട് ഡിഗ്നിറ്റി ഈസ് ദെയർ ഇൻ ദാറ്റ്? I completely oppose that view. At one time when technology did not allow anything else, that was a way of life. Today അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്തിനാ ഈ മറ്റേ ഫീൽഡ്സ് പ്ലൗ ചെയ്യാനായിട്ട് മനുഷ്യനെ അതിലോട്ട് കെട്ടി അയാളുടെ അടുത്ത് വലിക്കാൻ പറയാമല്ലോ ഈ പ്ലൗ ഒക്കെ. വാട്ട് ഡിഗ്നിറ്റി ഈസ് ദെയർ ഇൻ ദാറ്റ്? ദർ ഇസ് നോ ഡിഗ്നിറ്റി. ദർ ഇസ് ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ ഓപ്പോസിറ്റാണ് അത്, ആ പ്രതിഭാസം. ഈ ചുമട്ട് തൊഴിലാളി എന്ന് പറയുന്ന ഇറ്റ്സ് എ ഇൻസൾട്ട് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി. അത് ആ തൊഴിലിൻ്റെ തന്നെ ആവശ്യം എന്താണെന്നാണ്. ഇറ്റ് ഷുഡ് ബി, ഇതൊക്കെ ഇല്ലാതാകണം. ദാറ്റ് ഈസ് വാട്ട് ടെക്നോളജി ഈസ്, ദാറ്റ് ഈസ് വാട്ട് പ്രോഗ്രസ് ഈസ്. അവിടെ ഒരു തൊഴിൽ പ്രശ്നം ഉയർന്നു വരുമോ? അത് നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. ഇപ്പോൾ തുടക്കം മുതലുള്ള ആക്ഷേപങ്ങളിലൊന്ന് ഇതിനെ ടെക്നോളജി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് തൊഴിൽ നഷ്ടം സംഭവിച്ചാണെങ്കിൽ അത്രയ്ക്ക് സ്കില്ലില്ലാത്ത, അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളിൽ ഇതിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് നിങ്ങൾ പറയുന്നതിലും. ബിക്കോസ് 100% ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനത്തെ ആളുകൾ ഇല്ലല്ലോ. അപ്പം എല്ലാവരും സ്കൂളിൽ പോയി അക്ഷരം ഇതൊക്കെ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു ആസ്പിറേഷൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വൈ ഷുഡ് ഈ ഡു എന്താ ചുമട്ടുകാരൻ്റെ ജോബ്? അപ്പോൾ ആ ജോബ് അല്ലല്ലോ അയാൾക്ക് വേണ്ടത്. വാട്ട് ഹീ വാണ്ട്സ് ഇസ് എ വൈറ്റ് കോളർ ജോബ്. വാട്ട് ഹീ വാണ്ട്സ് ഇസ് എ ടെക്നിക്കൽ ജോബ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു നോളജ് സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ഒരുക്കങ്ങൾ ചെയ്യണം. അതായത് we should create a skill development thing where we need electricians, where we need nurses, where we need physiotherapists, where we need all the other kind of service providers ഒക്കെ. അതിന് ഇഷ്ടംപോലെ ഡിമാൻഡുണ്ട്. എന്താണ് നിർബന്ധം? ഈ ചുമട്ടുകാരനെ തന്നെ നമുക്ക് വേണം. ഒരാൾ തലച്ചുമടായിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബാഗ് അയാളുടെ തലയ്ക്ക് പുറത്ത് വെച്ചോണ്ട്, ഒന്നല്ല 2-3 ബാഗ് വെച്ചുകൊണ്ട് പോകുന്നത്, അതിന് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശുന്നൊക്കെ. വൈ ഷുഡ് വി ഹാവ് ദാറ്റ്? ദാറ്റ് ഈസ് നോട്ട് ഡിഗ്നിറ്റി ഓഫ് ലൈഫ്. സോ ഇൻ എ ഇവോൾവിങ് ഡെവലപ്പിംഗ് സൊസൈറ്റി ഇങ്ങനത്തെ ജോബ്സ് ഇല്ലാതാകും. നമ്മൾ ജപ്പാനിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയ ചുമട്ടുകാരനെ കിട്ടുമോ? അവിടെ ഇല്ലല്ലോ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ദർ ഇസ് നോ അൺഎംപ്ലോയ്മെൻറ്റ് ദർ, ബട്ട് നോബഡി വിൽ ഡു ദിസ് വർക്ക്. ഈ വർക്ക് ചെയ്യാൻ ഒരുത്തനെ കിട്ടത്തില്ല അവിടെ. അതാണ് കേരളം അതുപോലെ. ഈ വർക്ക് ചെയ്യാൻ ഇപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ലൈക്ക് ഡൈനോസോർസ് ആണ്. രാഷ്ട്രീയവൽക്കരണം കാരണം, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാരണം, we are creating these islands. We are keeping people backward by telling them we will protect your head load work. We should make him instead say, why should I be a head load worker? I want to be a skilled worker. എനിക്ക് എന്തെങ്കിലും സ്കിൽ പഠിക്കണം. നമ്മൾ അങ്ങനെയല്ലേ ഇത്? അല്ലാതെ വി ഷുഡൻറ്റ് അഷ്യൂർ ദാറ്റ് നിങ്ങൾ ആ ജീവനാന്തം ഹെഡ് ലോഡ് വർക്കറായിട്ടിരിക്കും. ഐ മീൻ ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് ടു മീ. സോ കേരള ഹാസ് come out of this. Now, one other very important, so I hope I've answered your point, that
ഇതും ഈ നേച്ചർ ഓഫ് വർക്ക് ഇറ്റ് സെൽഫ് ഹാസ് ബീൻ ചേഞ്ചിങ്. അപ്പം ചില കൈൻഡ് ഓഫ് സ്ട്രെനുവസ് ജോബ്, മാനുവൽ ലേബർ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്ന, നല്ല വേതനമായിരിക്കും, പക്ഷേ മാനുവൽ ലേബറൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ജോലികൾക്ക് ഈ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നേടിയ മലയാളിക്ക് ആ ജോലി വേണ്ട. അതുകൊണ്ട് അതിലൊരു വലിയൊരു ഗ്യാപ്പ്, സപ്ലൈ ഡിമാൻഡ് ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് പുറത്ത് നിന്നുള്ള മൈഗ്രൻ്റ് ലേബർ ഹാഡ് ടു കം ഇൻ ടു ഫിൽ ദറ്റ് ഗ്യാപ്പ്. അതുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ സെക്ടറിലൊക്കെ സം ഓഫ് ദി ജോബ്സ് ആർ വെരി ടഫ് ജോബ്സ്. ഈവൻ ചില ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ ഈ ഹെവി കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ. അപ്പം ഐ ഹവ് ഹേർഡ് മെനി മലയാളീസ് സേ, കണ്ടില്ലേ മലയാളി ലേസി ആവുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ പോയി ഒന്ന് ചെയ്ത് നോക്കാം ആശാനെ ആ ജോലി. നിങ്ങൾക്ക് ഭയങ്കര ചിരിച്ചോണ്ട് പാട്ട് പാടിക്കൊണ്ട് ചെയ്യുമോ ആ ജോലി? ഇത്രയും ഹെവി ഓബ്ജക്ട്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ മറ്റവൻ എന്തുകൊണ്ട് ചെയ്യുന്നു? അയാൾക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നു. ഹി ഹാസ് നോ ഓപ്ഷൻ. ദ ബിഹാറി ആൻഡ് ദി ജാർഖണ്ഡിൽ നിന്നുള്ളവരൊക്കെ അല്ലെങ്കിൽ പട്ടിണിയാണ് അല്ലേ. ഹിയർ ഓൺ ദി അതർ ഹാൻഡ് ദി മലയാളി ഹാസ് എൻ ഓപ്ഷൻ ബിക്കോസ് ദേ ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം from within the family and all. That has been also studied. That is, there is a support system which will ensure ആരും പട്ടിണി കിടക്കില്ല ഇവിടെ. And there is a, so, and ഈ റബ്ബർ ടാപ്പറായിട്ടുള്ള അച്ഛൻ പറഞ്ഞ്, ഞാൻ നിന്നെ സ്കൂളിൽ ഇത്രയും ഫീസൊക്കെ കൊടുത്ത് അയച്ചത് റബ്ബർ ടാപ്പർ ആവാനല്ല എന്ന് പറയും. അപ്പോൾ അച്ഛനമ്മയുടെ ആസ്പിറേഷൻ ആൻഡ് മക്കളുടെ ആസ്പിറേഷൻ എല്ലാം ഇതാണ്. ഗൾഫിൽ പോകണം, ദുബായി പോകണം, ബാംഗ്ലൂരിൽ പോകണം, നല്ല ജോലി കിട്ടണം, ഏതെങ്കിലും ഒരു ഓഫീസിൽ, എയർ കണ്ടീഷൻഡ് ഓഫീസിൽ, ഒരു ടെക്നോ പാർക്കിൽ ഒരു ജോലി കിട്ടണം എന്നൊക്കെ. വേറൊരു പ്രശ്നമില്ല. അതായത് നമ്മുടെ വർഷാവർഷം നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. പക്ഷേ അവരെല്ലാം ആ പഠനത്തിന്, വിദ്യാഭ്യാസത്തിന് അനുസൃതമായിട്ടുള്ള ജോലികളാണോ ചെയ്യുക? ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടുത്തെ മിക്കവാറും ഭൂരിപക്ഷം സംരംഭകരും ചെറിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്ന ആളുകളുടെയൊക്കെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ പഠിച്ചിട്ടുള്ളതൊരു സ്കില്ലാണ്. എന്നിട്ട് അവർ അതുമായിട്ട് ബന്ധപ്പെടില്ലാത്തൊരു സ്ഥലത്തേക്കായിരിക്കും ചെയ്യുന്നത്. ഇത് തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻ നിലനിൽക്കുന്നില്ല. പക്ഷേ ഇത് കേരളത്തിൽ, അത് ശരിയാണ്, മനില പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് കേരളത്തിലെ മാത്രം പ്രതിഭാസമല്ല, ഇത് ആഗോളതലത്തിലുള്ള പ്രശ്നം. അമേരിക്കയിൽ വലിയ പ്രശ്നമാണ്. അമേരിക്കയിലെ പഠനങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഈ ഒരു തലമുറയ്ക്ക് മുമ്പല്ല, 20 വർഷം മുമ്പ് ഒരു ഹൈസ്കൂൾ ഡിഗ്രി മതിയായിരുന്ന ജോലിക്ക് ഇന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം. അതേ ജോലിക്ക് അതേ വേതനത്തിന് ഒരു വ്യത്യാസമില്ല. സപ്ലൈ ഓഫ് ലേബർ ഹസ് ഗോൺ അപ്പ്. സോ എന്തെങ്കിലും ഒരു ഫിൽട്ടർ വേണം. പിന്നെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി മതിയായിരുന്ന ജോലിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം. ദർ ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബസ് ഡ്രൈവേഴ്സ് നോട്ട് ഇൻ കേരള, ഇൻ അമേരിക്ക. ദർ ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രക്ക് ഡ്രൈവേഴ്സ് ഇൻ അമേരിക്ക. ബിക്കോസ് ദ ട്രക്ക് ഡ്രൈവേഴ്സ് ജോബ് ഇസ് എ വെരി ഹൈ പെയ്ഡ് ജോബ് ഇൻ അമേരിക്ക. അതുകൊണ്ട് അവിടെ നല്ല എനിക്ക് തോന്നുന്നു PhDs കാണുമായിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷേ സോ മൈ പോയിന്റ് ഹിയർ ഇസ്, ഈ വിദ്യാഭ്യാസം ആൻഡ് സ്കിൽ ആൻഡ് നമ്മൾ ചെയ്യുന്ന ജോലിയായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലല്ല ആദ്യം നടന്നതും. It has happened all over the world. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. And Kerala is not exempt from it. That's another point which I thought I will mention, which is, അപ്പോൾ I spoke about the traditional narrative, പിന്നെ the traditional manufacturing sector in the decline and leading to migration. Then third was the Dutch disease syndrome because of the inward remittances and the strong inflows. പക്ഷേ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡീഇൻഡസ്ട്രിയലൈസേഷൻ നടക്കേണ്ടതായിരുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. സോ വാട്ട് ഹാപ്പൺ? സംതിങ് ഹാപ്പൺ. അപ്പോൾ ഐ ഹാവ് എ ഹൈപ്പോത്തസിസ്. മൈ ഹൈപ്പോത്തസിസ് ഇസ്, ഈ 1970s ത്രൂ ദ 70s ആൻഡ് അപ് ടു ദ ഏർലി 80s C. അച്യുതമേനൻ്റെ നേതൃത്വത്തിൽ ആൻഡ് വിത്ത് ദി അഡ്വൈസ് ഓഫ് outstanding economists like K.N. Raj and Dr. P.K. Gopalkrishnan, they drew up a master plan for creating an industrial base in Kerala. ഒരു modern industrial base in Kerala. അപ്പോൾ modern industrial base കേരളത്തിൽ ഇല്ലായിരുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഉണ്ടാക്കും ഒരു ഇൻഡസ്ട്രിയൽ ബേസ്? സോ ദി ഇക്കോണമിസ്റ്റ് സെഡ്, ഇവിടെ
നമുക്ക് റോ മെറ്റീരിയൽസ് ഇല്ല. അതർവൈസ് ഇപ്പോൾ അയൺ ഓറോ മാംഗനീസ് ഓറോ അതുപോലത്തെ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സംസ്കരിക്കുന്നതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രി, ഒരു കെമിക്കൽ ഇൻഡസ്ട്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അതൊന്നുമില്ല. മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു വലിയ പാരമ്പര്യമൊന്നുമില്ല ഇവിടെ. അതായത് വലിയ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഒരു നല്ലൊരു ഓട്ടോമൊബൈൽ കമ്പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചുറ്റിപ്പറ്റി ഇപ്പം എന്താ മദ്രാസ് ചെന്നൈയിലുള്ളതുപോലെ ഒരു ഓട്ടോ കോമ്പണൻറ്റ് സെക്ടറോ എന്തെങ്കിലുമൊക്കെ വരാൻ, അല്ലെങ്കിൽ കുറേ മിൽസ് ഉണ്ടായിരുന്നെങ്കിൽ ആ മിൽസിന് ചുറ്റിപ്പറ്റി കുറച്ച് ഇൻഡസ്ട്രി ലൈക്ക് ഇൻ കോയമ്പത്തൂർ വല്ലതും വരാം. അതൊന്നും ഇല്ല ഇവിടെ. So he said we have to start from scratch. We have to build a completely new industry. ഇവിടെ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി വെച്ചിട്ട് ഈ ഇൻഡസ്ട്രിയൽ വിപ്ലവം ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ അവർ പറഞ്ഞു ദ ബെസ്റ്റ് ഇൻഡസ്ട്രി, ആൻഡ് ഇമാജിൻ ദിസ് ദേ തോട്ട് ഓഫ് ഇറ്റ് ഇൻ ദ 70s. അവർ പറഞ്ഞു ഈസ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, ബിക്കോസ് ഇലക്ട്രോണിക്സ് ഈസ് നോട്ട് റോ മെറ്റീരിയൽ ഇൻറ്റൻസീവ്. നമ്മൾ റോ മെറ്റീരിയൽസ് വെരി ലൈറ്റ്. അപ്പോൾ ദൂരെ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതാണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കോസ്റ്റ് മച്ച്. അപ്പോൾ നമുക്കൊരു കോസ്റ്റ് ഡിസഡ്വാൻറ്റേജ്, അത്ര വലിയ കോസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇല്ല. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യം? വി ഡോണ്ട് നീഡ് വലിയ ജയൻറ്റ് ഫാക്ടറീസ്, വി നീഡ് സ്മോൾ ഫാക്ടറീസ്. What is the most important thing which electronics needs? Skilled manpower. Okay. Skilled men and women, educated men and women who can understand instructions, who can follow instructions, standard operating procedures, വായിക്കാനും മനസ്സിലാവാനും തിരിച്ചറിയാനും ട്രെയിനിങ് ഉൾക്കൊള്ളാനുമുള്ള കഴിവുള്ള ഒരു ജനതയാണ് വേണ്ടത്. അത് കേരളത്തിലുണ്ട് എന്നാണ് കെ എൻ രാജും പി കെ ഗോപാലകൃഷ്ണനും ഒക്കെ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു വിൽ സെറ്റപ്പ് ആൻ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഫ്രോം സ്ക്രാച്ച്. അപ്പോൾ അതിനവർ പോയി കണ്ടുപിടിച്ച ആൾ KPP നമ്പ്യാർ. ഹി വാസ് വർക്കിംഗ് ഫോർ രത്തൻ ടാറ്റ റണ്ണിങ് നെൽകോ. അപ്പോൾ KPP നമ്പ്യാരെ പോയി പറഞ്ഞു. KPP നമ്പ്യാർ ഈസ് എ സോർട്ട് ഓഫ് മാൻ, ദേ ആസ് ദ കറക്റ്റ് പേഴ്സൺ, ബിക്കോസ് നമ്പ്യാർക്ക് ഇതൊരു ചാലഞ്ചായിരുന്നു. ഹി വാണ്ടഡ് എ ചാലഞ്ച്. മറ്റത് ഹി വാസ് ഗെറ്റിംഗ് ബോർഡ്, അവിടെ ശമ്പളം വാങ്ങിക്കുന്നു, ഇസ് ഡൂയിങ് നത്തിങ്. സോ ഹി കെയിം ഹിയർ ആൻഡ് ഹി ബ്രോട്ട് എ വെരി ബ്രൈറ്റ് ടീം ഓഫ് പീപ്പിൾ. സോ one side is KPP Nambiar set up Kerala State Electronics Development Corporation. നമ്മൾ കെൽട്രോൺ എന്ന് പറയുന്നത് is the brand. The company's name was Kerala State Electronics Development Corporation, KSEDC. KSEDC എന്ത് ചെയ്തു? അത് ഇറ്റ് സെറ്റപ്പ് സീരീസ്. അയാൾ ഫോളോ ചെയ്ത മോഡൽ വാസ്, വേറെ സംസ്ഥാനങ്ങളിലും ഒക്കെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ they would have set up a huge company. Say ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ജൈഗാൻറ്റിക് കമ്പനി ഇൻ ബാംഗ്ലൂർ, അല്ലെങ്കിൽ BHEL, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഹീ സെഡ് വി വിൽ സെറ്റ് അപ്പ് സ്മോൾ കമ്പനീസ് ഇൻ ഓൾ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. ദ ഹോൾ ഐഡിയ വാസ് ടു ക്രിയേറ്റ് ആൻ ഇൻഡസ്ട്രിയൽ കൾച്ചർ ഇൻ എ സ്റ്റേറ്റ് വേർ ദർ വാസ് നോ ഇൻഡസ്ട്രിയൽ കൾച്ചർ. അപ്പം ഈ സെറ്റപ്പ് കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ്, കെൽട്രോൺ കൺട്രോൾസ്, കെൽട്രോൺ ടൂൾ റൂം, കെൽട്രോൺ പെരിഫറൽസ്, കെൽട്രോൺ റെയർ എർത്ത്, കെൽട്രോൺ ദിസ്, കെൽട്രോൺ ദാറ്റ്, മാങ്ങാട്ട് പറമ്പ, മറ്റേ പറമ്പ, ഇവിടെ അവിടെ എല്ലാം ചെറിയ വില്ലേജസിലും പെരുന്തൽമണ്ണ, യു നെയിം ഇറ്റ്, അവിടെ എല്ലാം ഒരു കെൽട്രോണിൻ്റെ യൂണിറ്റ് കാണും. 10, 25, 30 factories were set up. All were working well. He found very good professionals to run them. എല്ലാം IIT trained people coming from all parts of India. അങ്ങനത്തെ ഉള്ളവരെ ആകർഷിച്ചു. ബിക്കോസ് അവർക്കൊക്കെ ഇതൊരു ചാലഞ്ചായിരുന്നു. കേരള വാസ് ഓൺ ഇറ്റ്സ് വേ ടു ബിക്കമിങ് ദ Taiwan of India at that time. Unfortunately, my theory is it was destroyed by, it was retarded by vested interests. I'm not going to get into details of that. But the point was, ആ ദൗത്യത്തിൽ KPP നമ്പ്യാർ വിജയിച്ചു. KPP നമ്പ്യാറും അച്യുതമേനോൻ്റെയൊക്കെ ആ ദീർഘവീക്ഷണം ആൻഡ് ദാറ്റ് അവരുടെ ആ സ്ട്രാറ്റജി വിജയിച്ചു. ദേ ക്രിയേറ്റഡ് ആൻ ഇൻഡസ്ട്രിയൽ കൾച്ചർ ഇൻ എ സ്റ്റേറ്റ് വേർ ദർ വാസ് നോ മോഡേൺ ഇൻഡസ്ട്രിയൽ കൾച്ചർ. ഇതവർ ചെയ്യുമ്പം ദിസ് വാസ് നോട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദി വേ സംടൈംസ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം സംടൈംസ് ഈവൻ ഗുഡ് ലക്ക് ഹെൽപ്സ് യു. സോ ഗുഡ് ലക്ക് എന്തായിരുന്നു? ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ടൈം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വാസ് സെറ്റപ്പ് ഇൻ ട്രിവാൻഡ്രം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അവിടെ സെറ്റപ്പ് ചെയ്തപ്പം വലിയ മല, മറ്റേ വട്ടിയൂർക്കാവ്, പിന്നെ മഹേന്ദ്രഗിരി, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് വന്ന് വേറെ 100 കണക്കിന് highly qualified technicians from all over India came there. അവരെല്ലാം they came and settled in Kerala. Because ഇതെടുത്തിട്ട് വേറെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. It has to be on the geomagnetic equator. And the geomagnetic equator only passes through Tumba. So തുമ്പയിൽ മാത്രമേ ഈ റിസർച്ച് ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദാറ്റ് വാസ് ഡിസൈഡഡ് ബൈ ജോഗ്രഫി, നോട്ട് ബൈ നാഷണൽ പോളിസി.
സോ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ആയിരക്കണക്കിന് ടാലൻറ്റഡ് പീപ്പിൾ. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഡെവലപ്മെൻറ്റ്. ദ തേർഡ് ഡെവലപ്മെൻറ്റ് വാസ്, അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീം അനുസരിച്ച് എവറി സ്റ്റേറ്റ് വാസ് ആസ്ക്ഡ് ടു സെറ്റ് അപ്പ് എ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയറൺമെൻറ്റ്. State Council for Science, Technology and Environment. The only state which implemented that policy was Kerala. Achyuth Menon liked the idea. So what did he do? In that time, the late 70s and 80s, they set up Chitra Tirunal Institute for Medical Science and Technology, the Center for Earth Science Studies, Center for Water Resources Development and Management, Kozhikode, the Forest Research Institute, Peachy, the Center for Plantation Crops Research, Center for Tuber Crops Research, Tropical Botanical Garden and Research Institute, and one or two more. അപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം ഓരോന്നും ഇറ്റ്സ് സ്കാറ്റേർഡ് അക്രോസ് ഇന്ത്യ. എല്ലാം തിരുവനന്തപുരം ജില്ലയിലോ തിരുവനന്തപുരം സിറ്റിയിലല്ല, അക്രോസ് കേരള, ഓൾ ദീസ് തിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? പ്രീവിയസ്ലി നമ്മുടെ നല്ല കോളേജുകളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് MSc സയൻസിലൊക്കെ ക്വാളിഫൈ ചെയ്യുന്ന ആരെങ്കിലും ഒരു ജോലി കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു ഗോ ടു എ ലാബ് ഔട്ട്സൈഡ് കേരള, ബിക്കോസ് കേരള ഡിഡ് നോട്ട് ഹാവ് എനി റിസർച്ച് ലാബ്സ്. ഈ പ്രോജക്റ്റ് പ്രകാരം ഇത്രയും നാഷണൽ ലെവൽ ലാബ്സ് കേരളത്തിൽ തന്നെ ഉണ്ടായപ്പം ഈ PhDസും MScസും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എല്ലാം ഗോട്ട് ജോബ്സ് ഇൻ കേരള. സോ ഈ മൂന്ന് ഫോഴ്സസ്, ദാറ്റ് ഇസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് പ്ലസ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ തുടക്കം ആൻഡ് വികസനം പ്ലസ് ഈ നാഷണൽ ലെവൽ ചെയിൻ ഓഫ് ലബോറട്ടറീസ് കമ്മിങ് അപ്പ് ഇൻ കേരള, ഇത് മൂന്നിൻ്റെയും കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് വാസ് സഡൻലി ഇൻ കേരള ഇറ്റ് വാസ് പോസിബിൾ ടു ഫൈൻഡ് പീപ്പിൾ വിത്ത് MTechs, MScs, PhDs in almost any science subject. Previously, ഇവരെല്ലാം ഇവിടെ PhD ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് സ്ഥലം വിടും. Now they were all available here. Now look what happens. അപ്പോൾ ഇതെല്ലാം സെറൻഡിപ്പിറ്റിയാണ്. ഐ മീൻ ഈ നമ്മൾ ഈ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ വാട്ട് ഡസ് എ ഫാമർ ഡു? ഫാമർ വന്ന് ഈ ആ ചെടിയെ ഓരോ ദിവസം വന്ന് ലെക്ചർ ചെയ്ത് ഗുണദോഷിച്ച് വടി വെച്ച് അടിച്ച് ഒന്നും അല്ലല്ലോ, അല്ലേ? അയാൾ എന്തുവാ ചെയ്യുന്നത്? വെള്ളം ഒഴിക്കും, വളമിടും, പിന്നെ അതിന് അനുകൂലമായിട്ട് അതിന് എന്തെങ്കിലും പെസ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പെസ്റ്റ്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും. And then it leaves it to the plant, അല്ലേ? The plant does all the work. The farmer has to just do the climate control and management of that thing. അതുപോലെയാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓൾസോ, where it is actually like climate control. So what happened was, ഈ മോഡേൺ മാനുഫാക്ചറിങ് വ്യവസായത്തിന് അനുകൂലമായിട്ടുള്ള ഈ ഘടകങ്ങളെല്ലാം ആ ദീർഘവീക്ഷണത്തോടെ ഡെലിബറേറ്റ് പബ്ലിക് പോളിസി, അല്ലാതെ ദിസ് ഇസ് നോട്ട് ദാറ്റ് ഇസ് മൈ ഹൈപ്പോത്തസിസ്, ഡെലിബറേറ്റ് പബ്ലിക് പോളിസി കൊണ്ട് സൃഷ്ടിച്ച് ഒരുക്കിയപ്പോൾ നൗ ആഫ്റ്റർ ദാറ്റ് ഉടനെ സഡൻലി എല്ലാം കൂടെ ഇങ്ങനെ കിളിച്ച് വരത്തില്ല. ഇറ്റ് ടേക്സ് ടൈം. ഇൻ ദ 80s when people like me and C.V. Jacob and P.K. Ahmed and so many others, these 50 other people, നമ്മളെല്ലാം ഏകദേശം ഒരേ കാലയളവിലാണ് വ്യവസായ മേഖലയിലോട്ട് ഇറങ്ങുന്നത്. നമ്മളെല്ലാം കാൽവെപ്പ് എല്ലാവർക്കും ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം. വി വർ നോട്ട് ഫ്രം ഇൻഡസ്ട്രിയൽ ഫാമിലീസ്, ഫാമിംഗ് ഫാമിലി. ഒരാൾ കോൺട്രാക്ടറായിരുന്നു, വേറൊരാൾ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, വേറൊരാൾ എൻ്റെ കൂട്ട് ഒരു IAS ഓഫീസറായിരുന്നു. നമുക്ക് ഈ വ്യവസായമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിലേക്ക് മേഖലയ്ക്ക് വരുമ്പം നമ്മൾ എന്താ നോക്കുന്നത്? വി വാണ്ട് ഹൈലി സ്കിൽഡ് ആൻഡ് ഹൈലി ട്രെയിൻഡ് മാൻ പവർ. ബിക്കോസ് നമ്മുടെ വ്യവസായങ്ങളെല്ലാം പഴയ ഈ സംസ്കരണ വ്യവസായങ്ങളല്ല. ദിസ് ഈസ് high tech modern വ്യവസായം. So you need PhDs, you need engineers, you need MTechs, you need BTechs. They are all available now in Kerala. ദൂരെ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം C.V. ജേക്കബ് കോലഞ്ചേരിയിൽ ഈ സിന്തൈറ്റിൻ്റെ R&D ഡിവിഷൻ സെറ്റപ്പ് ചെയ്യുമ്പോഴോ, ഞാൻ എൻ്റെ R&D ഡിവിഷൻ സെറ്റപ്പ് ചെയ്യുമ്പോഴോ, വേറെ ആരെങ്കിലും ഓരോ PK സ്റ്റീൽസിൽ അവരുടെ മെറ്റലർജിയിൽ R&D ചെയ്യുമ്പോഴൊക്കെ they found people here. ആ ലഭ്യത ഇല്ലായിരുന്നെങ്കിൽ ഈ വ്യവസായങ്ങളൊന്നും വളരാൻ പറ്റില്ല. അതാണ് ഞാൻ മൈ സോ ദ ഹൈപ്പോത്തസിസ് ഇസ്
ഇങ്ങനെ അനുകൂലമായിട്ടുള്ള ഇത് ഉണ്ടായതുകൊണ്ട് കേരള ഹാസ് നൗ സ്റ്റാർട്ടഡ് ടു എ മോഡേൺ മാനുഫാക്ചറിങ് സെക്ടർ ഹാസ് എമർജ്ഡ്. ഇതാരും നോട്ടീസ് ചെയ്തില്ല ബിക്കോസ് ഈ നമ്പേഴ്സ് ആർ സ്റ്റിൽ നോട്ട് ബിഗ് ഇനഫ് ഇൻ ദ ഹൺഡ്രഡ്സ്. പക്ഷേ വി ആർ വെരി സൂൺ ഗെറ്റിംഗ് ദെയർ. നൗ ഇഫ് യു സീ, it is not a coincidence that Kerala startup ecosystem is considered to be the best in India. ആരാ പറയുന്ന? പിണറായി വിജയൻ അല്ല അവകാശപ്പെടുന്നത്. ബട്ട് നീതി ആയോഗ് is saying, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗ് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് സമ്മതിക്കുന്നു that the best startup ecosystem in India is Kerala. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇതാണ്. അപ്പം I am saying, why is all this happening now here? Because Kerala is ready. And therefore now it is proving what Amartya Sen and K.N. Raj and all said, that nammal annu by paying attention to human resources, by paying attention to seeing that every child goes to school and completes school, by doing all that, we are now in a position to be taking advantage of a modern industrialization, which will mean high value added, high. So, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പല ഗുണങ്ങളെ പറ്റി ഞാൻ ഒരു കാര്യം മാത്രം പരാമർശിക്കാം. സം പീപ്പിൾ ആർ വറീഡ് ദാറ്റ് ഇപ്പം ഗൾഫിലുള്ള ജോലി സാധ്യതകൾ കുറയുന്നു. അപ്പം ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ തിരിച്ചു വരേണ്ടി വരും. അവിടെ ലോക്കൽ മണ്ണിൻ്റെ മക്കൾ അതുപോലത്തെ ചില അടുത്തൊക്കെ ബഹ്റൈനിലും 2-3 അടുത്തൊക്കെ ആജിറ്റേഷൻസൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവിടെയും രാഷ്ട്രീയവൽക്കരണം ഉണ്ടാവും. ഈ ഏകാധിപത്യം അത് ഇതൊക്കെ കുറയും അവിടെ. ആൻഡ് ഡെമോക്രസി വിൽ കം ദെയർ ആൻഡ് പ്രഷേഴ്സ് വരും. അപ്പോൾ ജോലി അവസരങ്ങൾ കുറയും. ഞാൻ പറയുന്നത് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ ബാഡ് തിങ് ഫോർ കേരള. ബിക്കോസ് വെൻ ദോസ് പീപ്പിൾ കം ബാക്ക്, ദേ ആർ ബ്രിങ്ങിങ് ബാക്ക് സ്കിൽസ്. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇന്ത്യയുടെ ടുഡേ എന്താണ്? സ്കിൽ ഗ്യാപ്പ്. എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ലേബറുണ്ട്. മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഹാവ് ഓൺലി അൺസ്കിൽഡ് ലേബർ. ആ അൺസ്കിൽഡ് ലേബർ ഇസ് ഫിറ്റ് ഓൺലി ഫോർ അൺസ്കിൽഡ് വർക്ക്. ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ എനി അതർ വർക്ക്. ആൻഡ് ദ നമ്പേഴ്സ് ആർ വെരി ഫ്രൈറ്റനിങ്. ഇന്ത്യയുടെ ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 450 million. 45 കോടി ആണ് ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. ആ 45 കോടി ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ്. ആ 45 കോടിയിൽ നിന്ന് 5% മാത്രമേ ഹാവ് എനി കൈൻഡ് ഓഫ് സ്കിൽ. 95%-ന് ദേ ഹാവ് നോ സ്കിൽ, നോ ട്രെയിനിങ്, നോ സ്കില്ലിങ്. ഒരു പ്രോഗ്രാമും അവർ ചെയ്തിട്ടില്ല. യു നോ വാട്ട് ദ ഫിഗർ ഫോർ സൗത്ത് കൊറിയ ഇസ്? ജസ്റ്റ് ടു ഷോ യു ദ ഡിഫറൻസ്. 85% വർക്ക് ഫോഴ്സ് ഇസ് സ്കിൽഡ്. ഇന്ത്യയിൽ 5%. ഇതാണ് ഡിഫറൻസ്. നമ്മളെ എങ്ങനെ സൗത്ത് കൊറിയ ആവാൻ പോകുന്നോ ഉടനെ? ബട്ട് കേരള ക്യാൻ ബിക്കം സൗത്ത് കൊറിയ ബിക്കോസ് വി ഹാവ് എൻ എഡ്യൂക്കേറ്റഡ് വർക്ക് ഫോഴ്സ് വിച്ച് നമ്മുടെ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് മാത്രം കുറച്ചും കൂടെ പ്രോഗ്രാം ITIസും പോളിടെക്നിക്സും ഒക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്താൽ we can increase. And what will happen then is, as ഇവിടുത്തെ സ്കിൽഡ് ലേബറിൻ്റെ ശതമാനം കൂടുമ്പോൾ, ഔട്ട് ഓഫ് ദ ടോട്ടൽ വർക്ക് ഫോഴ്സ്, സ്കിൽ ലേബർ ഇൻഡസ്ട്രി വിൽ കം ഹിയർ. Industry is going to come to where there is skilled labor. So I think the Kerala model has not only not failed, it has succeeded. That is what I am trying to say. ഈ ഒരു സംശയമാണ്, അതായത് ഈ ഇൻഡസ്ട്രിയൽ ഏരിയാസിനെ പറ്റിയിട്ടൊക്കെ നമ്മളെപ്പോലുള്ള പുറത്ത് നിൽക്കുന്ന ആളുകൾ നോക്കിക്കാണുമ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന സമരങ്ങൾ, അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആരോപണങ്ങളൊക്കെ അവിടെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട പാരിസ്ഥിതികമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളൊന്നും പ്രോപ്പറായിട്ട് അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലുള്ള ഒരുപാട് അത്തരം സമരങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗോളിയർ റയോൺസിനായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പരിസ്ഥിതി സമരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലൂർ വ്യവസായ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പറയുന്നത് ഒരു ടോക്സിക് ഹോട്ട്സ്പോട്ടാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രീസ് വരുന്ന സമയത്ത് പോലും ഈ രീതിയിലുള്ള ആരോപണം പ്രോപ്പറായിട്ടുള്ള, അതൊക്കെ ക്ലീനായിട്ട് നടപ്പിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ മാനേജ്മെൻറ്റ് കൃത്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ച് ഇവിടെ ഉണ്ടാവാത്തത്? കേരളത്തിൽ മാത്രമേ ഉള്ളൂ ദാറ്റ് പ്ലാച്ചിമടയിലെ കോക്കോകോള പ്ലാന്റ് വിൽ ബി ഷട്ട് ഡൗൺ.
ഞാൻ പറയുന്നത് നമ്മളെ അഭിമാനിക്കേണ്ട കാര്യമാണത്. അല്ലാതെ അത് വ്യവസായ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല കാണേണ്ടത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നിയംഗിരിയിലൊക്കെ ആ നിയംഗിരിയിലുള്ള സ്റ്റെർലൈറ്റ് കോർപ്പറേഷൻ്റെ ഈ മൈനിങ് ഓപ്പറേഷൻസ് കൊണ്ട് അവിടെ നടക്കുന്ന, എൻ്റെ അഭിപ്രായത്തിൽ ദ്രോഹമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഈ അറിവോ ലിറ്ററസിയോ പൊളിറ്റിക്കൽ അവയർനെസ്സോ ഒന്നുമില്ല. ദേ ആർ നോട്ട് പ്രൊട്ടസ്റ്റിംഗ്. അപ്പോൾ അതാണോ നല്ല അന്തരീക്ഷം ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ്, ഓർ ഇസ് ദിസ്? ഞാൻ പറയുന്നത് ഐ വുഡ് മച്ച് പ്രിഫർ ദറ്റ് ഐ ആം പാർട്ട് ഓഫ് എ സൊസൈറ്റി വെയർ such enterprises will not be allowed to work. They should not be allowed to work. And ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ ഇടപെട്ട് അത് അടച്ചു കൂട്ടണം. അത് തന്നെ നടന്നു. അപ്പം അതുകൊണ്ട് മൈ ആൻസർ ടു യു ഇസ് that is not a bad quality of Kerala. In my opinion, that is a good quality of Kerala. ബാക്കി പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല. അത് നമ്മൾ we shouldn't feel sorry. അല്ല, ഈ സംരംഭം ഇപ്പൊ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ക്രൈറ്റീരിയ എല്ലാം നിയമപരമായിട്ട് അത് പാലിച്ചോടും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പീപ്പിൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് എപ്പോഴും ആളുകൾ എപ്പോഴും ഇത്തരത്തിൽ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാക്കാനായിട്ട് ഇവരുടെ നടത്തി? പക്ഷേ അത് കാൾ മാർക്സ് പറഞ്ഞ പോലെ അത് ഈ വ്യവസായിയുടെ ആ വ്യവസായം ആൻഡ് വ്യവസായി എന്ന് പറയുന്ന ആ ബിഹേവിയറിൻ്റെ അത് യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ഇക്കണോമിക് മാർക്സിയൻ തിയറി വേർ ഹി സേസ് ദാറ്റ് വെൻ യു ആർ കണ്ടിന്യൂസ്ലി സെർച്ചിങ് ഫോർ ഇക്കണോമിക് സർപ്ലസ് and for controlling an increasing share of the economic surplus, you will not look at the consequences. You will find any way of finding that economic. അപ്പം വ്യവസായി നന്നാവാൻ ആയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ കുറേ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് യു നീഡ് എ ഗവൺമെൻറ്. That's why you need laws. That's why you need rules. ഈവൻ ഇപ്പോൾ ആമസോൺ ആൻഡ് ഗൂഗിളിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇന്ത്യയല്ല, അമേരിക്കൻ ഗവൺമെൻറ്റും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും യൂറോപ്യൻ ഗവൺമെൻറ്റും പണി പെടുകയല്ലേ. അവർ ഇപ്പം വല്ലാതെ വിഷമിക്കുന്നു ഈ ഭീമന്മാരെ കൺട്രോൾ ചെയ്യാനായിട്ട്. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വലിയ ആപത്താണെന്ന് അവർക്കിപ്പം മനസ്സിലായി കഴിഞ്ഞു. അപ്പം സോ യു നീഡ് ഗവൺമെൻറ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എവറിബഡി സേസ് ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഇതൊരു പരിദീസ ആവും. അത് ശുദ്ധ മണ്ടത്തരാണ്. അത് ഈ ഇക്കണോമിക്സിൻ്റെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയുന്നത് ഗവൺമെൻറ് ഒന്നും വേണ്ട, ഗവൺമെൻറ് ഇങ്ങനെ മാറി നിന്നാൽ മതി, പിന്നെ എല്ലാം മംഗളമായിട്ട് നടക്കുമെന്നൊക്കെ. ലോകത്ത് ഒരിടത്തും അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വാദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ സിംഗപ്പൂരിൽ പോയി ബിസിനസ് ചെയ്യുക. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പട്ടികയിൽ നമ്പർ 1 കമ്പനി കൺട്രി ഇൻ ദ വേൾഡ് ഇസ് സിംഗപ്പൂർ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ സർക്കാർ എല്ലാത്തിനും പിന്മാറണമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് സിംഗപ്പൂരിൽ പോയി ബിസിനസ് ചെയ്യുന്നില്ല? ഞാൻ പറയാം എന്തുകൊണ്ടാണ്. നമ്മുടെ എത്ര ഇന്ത്യൻ വ്യവസായികൾ സിംഗപ്പൂരിൽ പോയി ബിസിനസ് ചെയ്യും? ആ ഓപ്ഷൻ കൊടുത്താൽ എത്ര പേര് അങ്ങോട്ട് ഉടനെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു 0. എന്തുകൊണ്ട്? നോബഡി വിൽ ഗോ. വൈ? സിംഗപ്പൂരിൽ ചെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്തിട്ട് എനിക്കൊരു ബില്ല് തന്നു, ഞാൻ ആ ബിൽ പേ ചെയ്തില്ലെങ്കിൽ സിംഗപ്പൂർ ഗവൺമെൻറ് എന്നെ അടച്ചു പൂട്ടും. എനിക്ക് ഷോ കോസ് നോട്ടീസ് അല്ല തരുന്നത്, അടച്ചു പൂട്ടാനായിട്ടുള്ള നോട്ടീസാണ് വരുന്നത്. നിങ്ങളുടെ കൂട്ടുള്ള വ്യവസായം ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, നിങ്ങൾ നമ്മുടെ രാജ്യത്തിനും ചീത്തപ്പേരാണ് കൊണ്ടുവരുന്നത്, അപ്പം ഞങ്ങൾ അടച്ചു കൂട്ടും. എത്ര പേര് തയ്യാറാണ്? അപ്പോൾ എല്ലാവരും പറയും ഇവിടെ ഇരുന്നുകൊണ്ട്, സിംഗപ്പൂർ കണ്ടില്ലേ എന്ത് ഗെയിമാണ്, നമ്പർ 1 ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന്. ഞാൻ പറയുന്നത് ശരിയാണ് ആശാനെ, നമ്പർ 1 ആണ്. അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ചാൽ പിന്നെ പോയി ഇങ്ങനെ ചൊറിഞ്ഞു, സാറേ അത് ഞാൻ MLA കൊണ്ട് വിളിപ്പിക്കാം, ഒന്നും നടക്കില്ല, അവിടെ അകത്ത് പോകും. നമ്മുടെ ഇവിടെ എത്ര പേര് അതിന് തയ്യാറാണ്? ഓട്ടോമാറ്റിക്കാണ് അവിടെ പണിഷ്മെൻറ്റ്. ഞാൻ അവിടുത്തെ കമ്പനീസുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ ഒരു കോൺട്രാക്റ്റിൻ്റെ ലംഘനത്തിനുള്ള സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയപ്പം ഞങ്ങളുടെ മാനേജർ അവിടെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾ സിംഗപ്പൂരിലെ ബോർഡ് ഓഫ് ട്രേഡിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് അവർ ഹോട്ടൽ റൂമിൽ വന്നിട്ട് കാല് തൊട്ടിട്ട് പറഞ്ഞ് ഞങ്ങൾ റീഫണ്ട് തരാം, എല്ലാം തരാം, നിങ്ങൾ ദയവ് ചെയ്ത് ബോർഡ് ഓഫ് ട്രേഡിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കരുത്, ഞങ്ങളെ അടച്ചു കൂട്ടും അവർ.
അതാണ് അവിടുത്തെ. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പോയി പറയാം. ഇവിടെ എന്താണ്, ഇതാണ് വ്യവസായ പരിധീസ ഇന്ത്യ. ഒരു നിയമവും ഇല്ല, ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരാളുടെ ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആൻഡ് നമ്മൾ കോടതിയെ സമീപിച്ചാൽ പിന്നെ അറിയാമല്ലോ, അവിടെ കയറി ഇറങ്ങി വക്കീലന്മാർ കാശുണ്ടാക്കും. അപ്പം സോ ഈ സ്ട്രോങ് ഗവർണൻസ്, സ്ട്രോങ് ആപ്ലിക്കേഷൻ ഓഫ് റൂൾസ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇറ്റ് ഈസ് ജനറലി സെഡ് ദാറ്റ് നമ്മളിവിടെ കേരളത്തിലുള്ള വ്യവസായികളും ബിസിനസ്സുകാരും വ്യവസായ സമൂഹവും സമ്മതിച്ചില്ലെങ്കിലും impartial observers say the lowest corruption in any state in India is Kerala. Okay. Lowest, generally accepted. അത് ഒരു നോർമൽ തിങ് ഇസ് ഇവിടെ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ they say it is generally about half level of whatever is there in any other state, especially നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പകുതിയുള്ളൂ. ഓക്കെ, സോ അത് നല്ല കാര്യമാണോ ചീത്തയാണോ? I would have thought that that's a good thing, no, because it reduces the transaction cost. പക്ഷേ എത്ര വ്യവസായികൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടെയാണെങ്കിൽ കാശ് കൊടുത്ത കാര്യം നടക്കും. ആസ്തോ അതൊരു വലിയൊരു ഒരു ഒരു നമ്മൾ പറയത്തില്ലേ, അവിടെ 100% ലിറ്ററസി ഉണ്ട്, അഭിമാനിക്കേണ്ട കാര്യമാണ്. അവിടെയൊക്കെ കാശ് കൊടുത്ത കാര്യം നടക്കും. ഞാൻ പറഞ്ഞ ഇവിടെ കാശ് കൊടുക്കാത്ത കാര്യം നടക്കുന്നതല്ലേ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കുറച്ച് ഡിലേ എന്തെങ്കിലും വരും. അപ്പം there is inefficiency, there is many things. പക്ഷേ I think it's a mindset change which is needed in Kerala. ഒറ്റ കാര്യം കൂടെ അവസാനമായിട്ട്, ലാഭം എന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ വ്യവസായത്തിൻ്റെ ഒരു, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തൊന്ന് മാറി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ലാഭത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെ നോക്കിക്കാണും? ലാഭം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിന് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും അത് കഴിഞ്ഞിട്ടുള്ള നിൽക്കുന്ന ഒരു അവസ്ഥയിലും അത് തുടങ്ങിയ കാലത്തുള്ള ഒരു ലാഭത്തിൻ്റെ കൺസെപ്റ്റ് ആയിരിക്കില്ല നടത്തിക്കൊണ്ടു പോകുമ്പോൾ, അത് കഴിഞ്ഞിട്ടുള്ള ഒന്നായിരിക്കില്ല നമ്മൾ അതിന് വിട്ടുപോരുന്നൊരു സമയത്ത്. ലാഭം എന്താണ്? അല്ല, പക്ഷേ ലാഭത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ അതിൻ്റെ ഉള്ള കാഴ്ചപ്പാട്, ലാഭം തന്നെയാണ്. ദാറ്റ് ഈസ്, ലാഭം അനിവാര്യമാണ്. ഒരു വ്യവസായത്തിന് ലാഭം അനിവാര്യമാണ്. ആ വ്യവസായം തന്നെ, വ്യവസായം എന്ന് പറയുമ്പം വലിയ ലാഭേച്ഛയോടുകൂടി നടത്തുന്നത് മാത്രമല്ല. ഞാൻ പറയുന്നത് ഈവൻ ഒരു എന്താ ഇംഗ്ലീഷിൽ എനിക്ക് വാക്കറിയാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ പോലും ഈ ലാഭത്തിൽ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് ദ ഡിസിപ്ലിൻ. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യുന്ന കാശ് മാത്രമേ നമുക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ഫൈനാൻഷ്യൽ മാനേജറും ആ സ്ഥാപനത്തിൻ്റെ മാനേജറും ആ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സും എല്ലാവർക്കും ഒരു ഡിസിപ്ലിൻ വരും. സോ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് ഐ തിങ്ക് ലാഭം ഉണ്ടാക്കുന്ന എവറിബഡി മേക്സ് പ്രോഫിറ്റ്. ദി ട്രേഡർ ഹാസ് ടു മേക്ക് എ പ്രോഫിറ്റ്, സപ്ലയർ ഹാസ് ടു മേക്ക് എ പ്രോഫിറ്റ്, ദ മാനുഫാക്ചറർ ഹാസ് ടു മേക്ക് എ പ്രോഫിറ്റ്, എവറിബഡി ഹാസ് ടു മേക്ക് എ പ്രോഫിറ്റ്. ഓൺലി തിങ് ഈസ് ഈ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിലാണ് ഈ ആ വിലപേശലൊക്കെ നടക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ഇസ് നോട്ട് എ ബാഡ് വേർഡ്. പ്രോഫിറ്റ് ഇല്ലാതെ ദി ഹോൾ സിസ്റ്റം വിൽ നോട്ട് വർക്ക്.